ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വാദശസ്കന്ധേ ദ്വാദശോऽധ്യായ. സൂത ഉവാച. നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ. ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. ഏതദ്വഃ കഥിതം വിപ്രാ വിഷ്ണോശ്ചരിതമദ്ഭുതം. ഭവദ്ഭിര്യദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം. അത്ര സങ്കീർത്തിതഃ സാക്ഷാൽ സർവപാപഹരോ ഹരി. നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സാത്വതാം പതി. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതഃ പ്രഭവാപ്യയം. ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം. ഭക്തിയോഗഃ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം. പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. പ്രായോപവേശോ രാജർഷേർവിപ്രശാപാൽ പരീക്ഷിതഃ. ശുകസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിതഃ. യോഗധാരണയോൽക്രാന്തിഃ സംവാദോ നാരദാജയോ. അവതാരാനുഗീതം ച സർഗഃ പ്രാധാനികോഗ്രത. വിദുരുദ്ധവസംവാദക്ഷത്രമൈത്രേയയോസ്തതഃ. പുരാണസംഹിതാ പ്രശ്നോ മഹാപുരുഷസംസ്ഥിതി. തതഃ പ്രാകൃതികസർഗഃ സപ്തവൈകൃതികാശ്ചയേ. തതോ ബ്രഹ്മാണ്ഡസംഭൂതിർവൈരാജഃ പുരുഷോ യഥാ. കാലസ്യ സ്ഥൂലസൂക്ഷ്മസ്യ ഗതിപദ്മസമുദ്ഭവ. ഭുവ ഉദ്ധരണംഭോതിർഹിരണ്യാക്ഷവധോ യഥാ. ഊർധ്വതിര്യഗവാക്സർഗോ രുദ്രസർഗസ്തഥൈവ ച. അർദ്ധനാരീനരസ്യാധായ തസ്വായംഭുവോ മനു. ശതരൂപാജയാ സ്ത്രീണാമാദ്യാ പ്രകൃതിരുത്തമാ. സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ. അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മനഃ. ദേവഹൂത്യാശ്ച സംവാദാ കപിലേന ച ധീമതാം. നവബ്രഹ്മസമുൽപത്തിർദക്ഷയജ്ഞവിനാശനം. ധ്രുവസ്യ ചരിതം പശ്ചാൽപ്രഥോ പ്രാചീനബർഹിഷ. നാരദസ്യ ച സംവാദസ്തതഃ പ്രയ്യവ്രതം ദ്വിജാ. നാഭേസ്തതോനുചരിതമൃഷഭസ്യ ഭരതസ്യ ച. ദ്വീപവർഷസമുദ്രാണാം ഗിരിനദ്യുപവർണ്ണനം. ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി. ദക്ഷജന്മപ്രചേതോഭ്യസ്തൽപുത്രീണാം ച സന്തതി. യതോ ദേവാസുരനരാസ്തിര്യଂ നഖഗാദയാ. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ചതിതേർദ്വിജാ. ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനാ. മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം. മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയാ. കൗർമ്മം ധാന്വന്തരം മാസ്യം വാമനം ജജകൽപ്പതേ. ക്ഷീരോദമഥനം തദ്വദമൃതാർത്ഥേ ദിവൗകസാം. ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം. ഇക്ഷ്വാകുജന്മ തദ്വംശസ്തുദ്യുമ്നസ്യ മഹാത്മനാ. ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച. സൂര്യവംശാനുകഥനം ശശാദാദ്യാ നൃഗാദയാ. സൗകന്യം ജാഥചര്യാദേ കകുൽസ്ഥസ്യ ച ധീമതഃ. ഘട്വാംഗസ്യ ച മാന്ധാതുഃ സൗഭരേ സഗരസ്യ ച. രാമസ്യ കൗസലേന്ദ്രസ്യ ചരിതം കിൽബിഷാപഹം. നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ. രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ. ഐളസ്യ സോമവംശസ്യ യയാതിർനഹുഷസ്യ ച. ദൗഷ്യന്തേർഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യ ച. യയാതിർജ്യേഷ്ഠപുത്രസ്യ യദോർവംശോऽനുകീർത്തിത. യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര. വസുദേവഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ. തസ്യ കർമാണ്യപാരാണേ കീർത്തിതാന്യസുരദ്യുഷാ. പൂതനാസുപയഃ പാനം ശകടോച്ചാടനം ശിശോ. തൃണാവർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവത്സയോ. ധേനുകസ്യ സഹ ഭ്രാതുപ്രലംബസ്യ ച സംക്ഷയ. ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പത. ദമനം കാളിയസ്യാഹേർമഹാഹേർനന്ദമോക്ഷണം. വ്രതചര്യാതു കന്യാനാം യത്ര തുഷ്ടോച്യുതോ വ്രതയ്യ. പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം. ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ.
യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിः ക്രീഡാചരാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധിർവധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോ വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തത ഗജമുഷ്ടികചാണൂരകംസാദീനാം ജയോവധ മദസ്യാനയനം സൂനോ പുനഃ സാന്ദീപനേർഗുരോ മധുരായാം നിവസദാ യദുചക്രസ്യയിൽ പ്രിയം കൃതമുദ്ധവരാമാഭ്യാം യുതേന ഹരിണാദ്വിജാ ജരാസന്ധസമാനീതസൈന്യസ്യ ബഹുശോ വധ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാ നിവേശനം ആദാനം പാരിജാതസ്യ സുധർമായ സുരാലയാൽ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമഥ്യദ്യുഷതോ ഹരേ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം പ്രാഗ്ജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ജയൽ ചൈദ്യപൗണ്ഡ്രകശാൽവാനാം ദന്തവക്ത്രസ്യ ദുർമതേ ശംബരോദിവിദഃ പീഠോ മുരഃ പഞ്ചജനാദയ മാഹാത്മ്യം ജവതസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമേർനിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാരസ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ച അദ്ഭുതം യത്രാത്മവിദ്യാ ഹ്യഖിലാ പ്രോക്താ ധർമ്മവിനിർണയ തതോ മർത്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയാ ഉൽപ്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജഋഷേർവിഷ്ണുരാതസ്യ ധീമത ശാഖാപ്രണയനമൃഷേർമാർക്കണ്ഡേയസ്യ സൽക്കഥ മഹാപുരുഷവിന്യാസസൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠായൽ പൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാരകർമാണി കീർത്തിതാനീഹ സർവശ പതിതസ്കലിതശ്ചാർത്തക്ഷുത്വാ വാവിവശോ ബ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈർമുച്യതേ സർവപാദകാൽ സങ്കീർത്യമാനോ ഭഗവാൻ അനന്തശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യചിത്തം വിധുനോത്യശേഷം യഥാ തമോർക്കോഭ്രമിവാദിവാദ മൃഷാഗിരസ്ഥാഹ്യസതീരസൽക്കഥ ന കഥ്യതേയൽ ഭഗവാൻ അധോക്ഷജ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവൽ ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം യദുത്തമശ്ലോകയശോനുഗീയതേ ന തദ്വചശ്ചിത്രപദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീത കരിഹിജിൽ തദ്ധ്വാംക്ഷതീർത്ഥം ന ദുഹം സസേവിതം യത്ര അച്യുതസ്തത്ര ഹി സാധവോമല സവാഗ്വിസർഗോ ജനതാഖസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യേഷോങ്കിതാനി യശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃശ്ശശ്വതഭദ്രമീശ്വരേ ന ഹ്യർപ്പിതം കർമ്മ യദപ്യനുത്തമം യശശ്രിയാമേവ പരിശ്രമഃ പരോ വർണ്ണാശ്രമാചാരതപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപദ്മയോർഗുണാനുവാദശ്രവണാദിപിർഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷിണോത്യഭദ്രാണി ശമം തനോതിജ സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ദ്വിജാഗ്രിയാപദ ഭൂരിഭാഗ യച്ഛശ്വതാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശമജസ്രഭാവ ഭജതാ വിവേശ അഹം ച സംസ്മാരദാത്മതത്വം ശ്രുതം പുരാ മേ പരമർഷിവക്ത്രാൽ പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദശ്രഷീണാം മഹതാം ച ശൃണ്വതാം ഏതദ്വക്കഥിതം വിപ്രാ കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം ഏവം ശ്രാവേൽ നിത്യം യാമക്ഷണമനന്യധീയം ശ്രദ്ധാവാൻ യോ ന ശൃണുയാൽ പുനാത്യാത്മാനമേവ സ ദ്വാദശ്യാമേകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേൽ പഠത്യനശ്നൻ പതസ്തോ ഭവത്യപാതകീം പുഷ്കരേ മധുരായാം ചാദ്വാരവത്യാം യഥാത്മവാൻ ഉപോഷ്യ സംഹിതാം യഥാം പഠിത്വാ മുച്യതേ ഭയാൽ ദേവതാമുനയസിദ്ധാ പിതരോ മനവോ നൃപാ യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാൽ ഋജോയജുംഷി സാമാനേ ദ്വിജോധീത്യാനുവിന്ദതേ മധുകുല്യാ കൃതകുല്യാ പയകുല്യാ ച തദ്ഫലം പുരാണസംഹിതാം ഏതാമധീത്യ പ്രയതോദ്വിജാം പ്രോക്തം ഭഗവതായത്തു തത്പദം പരമം വ്രജേളം വിപ്രോധീത്യാപ്നുയാൽ പ്രജ്ഞാം രാജന്യോ ദധി മേഖലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധ്യേതപാതകാൽ
കല്ലിമലസംഹതികാലനോഖിലേശോ ഹരിരിതരത്ര നഗീയദേഹ്യഭീക്ഷ്ണം ഇഹ തു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ തമഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം ജിപതിഭിരജ ശക്രശങ്കരാദ്യേർദുരവസിതസ്തവമച്യുതം നതോസ്മി ഉപജിതനവശക്തിഭിസ്വ ആത്മന്യുപരജിതസ്ഥിരജംഗമാലയായ ഭഗവതൗപലബ്ധിമാത്രധാംനേ സുരവൃഷഭായ നമഃ സനാതനായ സുസുഖനിപതചേതാസ്തദ്വിദസ്താന്യഭാവോऽപ്യജിതരുചിരലീലാകൃഷ്ടസാരസ്ത്വദീയം വ്യതനുതകൃപയായസ്തത്വദീപം പുരാണം തമഖിലവൃജിനഘ്നം വ്യാസസൂനും നതോസ്മി. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം തത്സദിതി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ദ്വാദശസ്കന്ധം ദ്വാദശാധ്യായ. 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്ത് കേട്ടത്. ഈ അധ്യായത്തിലെ സൂതനാണല്ലോ നമുക്ക് ഭാഗവത കഥകളെ പറഞ്ഞു തന്നത്. ആ സൂതൻ പ്രഥമ സ്കന്ധം മുതൽ 12 സ്കന്ധങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് ഈ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെ ക്രമത്തിൽ സംഗ്രഹിച്ച് പറയുകയാണ്. സൂത ശൗനക സംവാദ രൂപേണയാണല്ലോ നമ്മൾ ഭാഗവതം ശ്രവിച്ചത്. സൂതൻ പറഞ്ഞിട്ടാണ് പിന്നീട് സൂതൻ പറയുന്ന കഥയിലാണ് ശ്രീ ശിവബ്രഹ്മർഷി പ്രത്യക്ഷപ്പെട്ടതും പരീക്ഷത്തിനെ ഉപദേശിച്ചതുമായിട്ടുള്ള പരീക്ഷിത് സുഖ സംവാദം. അപ്പോൾ ഒറിജിനലായിട്ട് ഈ ഭാഗവതം ശൗനക സംവാദമാണ്. അതുകൊണ്ടാണ് സൂതൻ ഇപ്പം പ്രത്യക്ഷപ്പെടാൻ കാരണം എന്നർത്ഥം. പരീക്ഷത്തിൻ്റെ മുക്തിക്ക് ശേഷം ശ്രീ ശിവബ്രഹ്മർഷി എല്ലാ ഉപദേശങ്ങളും അവസാനിപ്പിച്ച് സ്വന്തം ധാമത്തിലേക്ക് പോയതിനു ശേഷം സൂതനാണ് പിന്നെ 6ാം അധ്യായം മുതൽ രംഗത്തുള്ളത്. കഥ പറയുന്ന സൂതൻ എല്ലാവിധത്തിലുള്ള ധർമ്മത്തിനും നമസ്കരിച്ചുകൊണ്ടാണ് സൂതൻ്റെ വാക്കുകൾ തുടരുന്നത്. നമോ ധർമ്മായ മഹതേ നമ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ ഭക്ഷേ സനാതനാൻ. നമോ ധർമ്മായ മഹതേ, മഹത്തായ ധർമ്മത്തിന് വേണ്ടിയിട്ട് നമസ്കരിക്കണം, ധർമ്മത്തിനായിക്കൊണ്ട് നമസ്കരിക്കണു. കൃഷ്ണനായിട്ടുകൊണ്ട് ലോകകർത്താവായ കൃഷ്ണനായാണ് നമസ്കാരം. സർവ ഐശ്വര്യധാമമായിട്ടുള്ള കൃഷ്ണന്. അതുപോലെ തന്നെ ബ്രാഹ്മണർക്കൊക്കെ നമസ്കരിക്കുന്നു. ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ. സനാതനങ്ങളായ ധർമ്മങ്ങളെയൊക്കെ പ്രവചിച്ച ഗുരുനാഥന്മാർക്കൊക്കെ നമസ്കാരം. എന്നിട്ട് പറയാണ്, അല്ലയോ ശൗനകാദി മഹർഷിമാരെ, നിങ്ങളെ ചോദിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് ഇതെല്ലാം പറയാനായിട്ട് സാധിച്ചത്. മനുഷ്യർക്ക് ഉപയോഗമുള്ള അവർക്ക് ഉചിതമായിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള വിഷ്ണുവിൻ്റെ ചരിത്രം പറഞ്ഞു തരാൻ എനിക്ക് സാധിച്ചത് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഏതദ്വ കഥിതം വിപ്രാം വിഷ്ണുശ്ചരിതം അത്ഭുതം. വിഷ്ണുവിൻ്റെ ചരിത്രം, അത്ഭുതകരമായിട്ടുള്ള ചരിത്രം ഭവൽഭരി യദഹം പൃഷ്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് യത് അഹം പൃഷ്ടാം, നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ആ വിഷ്ണുവിൻ്റെ ചരിത്രം, ഈ ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു. കഥിതം, നിങ്ങളോട് പറഞ്ഞു എന്നാണ്. അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാവഹരോഹരി നാരായണോ ശ്രീകേശോ ഭഗവാൻ സാത്വതാംപതി. ഇതില് സർവപാപഹരാം ശ്രീകേശ, ശ്രീകേശം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെയൊക്കെ നിയന്താവായിട്ടുള്ള ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ്ഗുണ പരിപൂർണനാണല്ലോ. ഷഡ്ഗുണ ഐശ്വര്യ ഗുണവാനാണ് ഭഗവാൻ. അങ്ങയുടെ ശ്രീമൻ നാരായണൻ്റെ ശ്രീഹരിയുടെ കീർത്തനമാണ്, കീർത്തിതമായിട്ടുള്ള കാര്യങ്ങളാണ്, കീർത്തിക്കപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വർണ്ണിച്ചത്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ഭജിക്കുന്നവർ സംസാര സാഗരത്തെ തരണം ചെയ്യുമെന്ന് ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നു.
അത് തന്നെയാണ് വേദത്തിലും പറഞ്ഞിരിക്കുന്നതെന്നർത്ഥം. വേദത്തിലെ ഉപാസനാകാന്ഡത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ സംഗ്രഹമാണ് ഇവിടെ ഭാഗവത്തില് പറഞ്ഞു തന്നത്. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ച തതുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും ലയത്തിനും ഒക്കെ കാരണമായിട്ടുള്ള പരബ്രഹ്മം, വളരെ ഗുഹ്യമായിട്ടുള്ള പരബ്രഹ്മത്തിൻ്റെ ചരിത്രം, വളരെ വിജ്ഞാനപ്രദമായിട്ട് ആ ചരിത്രം അതാണ് ഇവിടെ പ്രകാശിപ്പിച്ചത്. ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവചാം. ഭക്തിയോഗവും വൈരാഗ്യ വിഷയങ്ങളും പരീക്ഷത്തിൻ്റെ ചരിത്രവും ഒക്കെയാണ് ഇവിടെ വിസ്തരിച്ച് നാരദാഖ്യാനം. നാരദ മഹർഷിയുടെ ബ്രഹ്മാവിനോട് ചോദിച്ചിട്ട് ഭാഗവതം മനസ്സിലാക്കിയതും ബ്രഹ്മനാരദ രൂപത്തിൽ ഭാഗവതം ഇവിടെ അവതരിപ്പിച്ചതും എല്ലാം നമ്മൾ കേട്ടു. എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസരം വന്നതെന്നാണെങ്കിൽ, പ്രായോപവേശോ രാജർഷർ വിപ്രശാപാൽ പരീക്ഷിത ശുഗസ്യ ബ്രഹ്മർഷഭസ്യ സംവാദസ്യ പരീക്ഷിതാം. പരീക്ഷിത മഹാരാജാവിന് ബ്രാഹ്മണശാപം ഏറ്റുവെന്നും അതിൻ്റെ ഫലമായിട്ട് 7 ദിവസം കൊണ്ട് മൃത്യു സംഭവിക്കുമെന്നും തീരുമാനമായപ്പോൾ പരീക്ഷിത്ത് എന്ത് തീരുമാനിച്ചു? പ്രായോപവേശം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രായോപവേശം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന പരീക്ഷത്തിൻ്റെ മുന്നിലേക്ക് ബ്രഹ്മർഷിയായിട്ടുള്ള ശ്രീശുകൻ്റെ ആഗമനം നമ്മൾ കണ്ടു. ആ പ്രഥമ സ്കന്ധത്തിലെ അവസാന ഭാഗത്താണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ ആഗമനമൊക്കെ വർണ്ണിക്കുന്നത്. യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോഹോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോഗ്രതാം. പിന്നെ അതിലെ യോഗധാരണാ പ്രഭാവം കൊണ്ട് ഉള്ള ജീവന്റെ ഗതിയും നാരദമുനിക്കും പിന്നെ ബ്രഹ്മാവും നാരദം തമ്മിൽ ഉണ്ടായ സംവാദവും അവതാരങ്ങളുടെയൊക്കെ വർണ്ണനകളും വിരാട് പുരുഷന്റെ ഉൽപ്പത്തിയും ഒക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെയാണ് 2ാമത്തെ സ്കന്ധത്തിൽ വിസ്തരിച്ച് പറഞ്ഞത്. അങ്ങനെ പിന്നീട് വിതുരോദ്ധവ സംവാദം, ക്ഷൈത്രമൈത്രേയോസ്തഥാ പുരാണ സംഹിത പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി. വിതുരക്കും ഉദ്ധവനും തമ്മിലുണ്ടായിട്ട സംഭാഷണം. ഉദ്ധവര് ബദരികാശ്രമത്തേക്ക് പോകുന്ന സമയത്ത് വിതുര മഹാശയനെ കാണാനായിട്ട് ഇടവന്നു എന്നാണ്. രണ്ടുപേരും കൃഷ്ണഭക്തന്മാരാണല്ലോ, വിതുരരും ഉദ്ധവരും. അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് പറയാനുള്ളത് ഭഗവാന്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു. അതിൽ വെച്ചിട്ടാണ് ഉദ്ധവർ പറഞ്ഞത് വിതുരനോട്, മൈത്രേയ മുനിയുടെ അടുത്തേക്ക് പോയിക്കോളൂ, മൈത്രേയ മുനി അങ്ങക്ക് ഈ ഭാഗവത കഥകൾ പറഞ്ഞു തരും, ഭഗവാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ ഭഗവാനെ പറ്റി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഉദ്ധവർ പറഞ്ഞ ആ വിവരണത്തിൽ നിന്ന് വിതുരൻ മൈത്രേയൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ടുള്ള ഭാഗമൊക്കെയാണ് 3യ സ്കന്ധത്തിൽ നമ്മൾ കണ്ടത്. തഥ പ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതിർ വൈരാജ പുരുഷോയതാം. പിന്നെ സർഗം, സൃഷ്ടിയെ പറ്റിയിട്ടും ആ പ്രകൃതി പുരുഷനിൽ നിന്നുണ്ടായിട്ടുള്ള സത്വാദി ഗുണങ്ങളുടെയും അതിൻ്റെ സമ്മേളനം മൂലമുണ്ടായിട്ടുള്ള സൃഷ്ടികളെ പറ്റിയും മഹത്തത്വം, അഹങ്കാരതത്വം മുതലായുള്ള തത്വവികാരങ്ങളെ പറ്റിയൊക്കെ അതിൽ നിന്ന് ബ്രഹ്മാണ്ടമുണ്ടായതും ആദ്യം തന്നെ വിരാട് പുരുഷനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നും അങ്ങനെയൊക്കെ അതിനെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരണമെന്ന് വിതുര മഹാശയൻ മൈത്രേയ മുനിയോട് ചോദിക്കലും മൈത്രേയ മുനിയുടെ ഉത്തരവും അതിന് മറുപടി പറഞ്ഞതൊക്കെയാണ് പിന്നീട് വിസ്തരിച്ചത്. അതിൽ കാലത്തിൻ്റെ പ്രമാണം, കാലത്തിൻ്റെ സ്വരൂപം എന്താണ്, ഈ ബ്രഹ്മാണ്ടം ഉണ്ടായത് എങ്ങനെയാണ്, ബ്രഹ്മാണ്ടമായിട്ട് താമരയുടെ ഉൽപ്പത്തി, ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള താമരയിലാണ്
ബ്രഹ്മാവുണ്ടായതെന്നും അങ്ങനെയൊക്കെ വർണ്ണിച്ചു. പിന്നീട് സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചും ആക്രമിക്കാൻ വന്ന് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച കഥ, ഹിരണ്യാക്ഷവധം ഒക്കെ വർണ്ണിക്കുകയുണ്ടായി തൃതീയ സ്കന്ധത്തിൽ. കാലസ്യ സ്ഥൂലസൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവാം ഭുവ ഉദ്ധരണേംഭോധേർ ഹിരണ്യാക്ഷവധോ യഥാ ഊർധതിര്യഗവാക്സർഗോ രുദ്രസർഗസ്തഥൈവ ചാം അർത്ഥനാരീനരസ്യാഥ യതസ്വായംഭുവോ മനു. അങ്ങനെ ഓരോ സൃഷ്ടി, ആകാശത്തിൽ സഞ്ചരിക്കുന്ന ജീവജാലങ്ങളുടെ സൃഷ്ടി ഉൽപ്പന്നങ്ങൾ, ജീവികളുടെ ഉൽപ്പന്നങ്ങൾ, പിന്നെ ബ്രഹ്മാവുണ്ടായതിനു ശേഷം രുദ്രനുണ്ടായതും, ബ്രഹ്മാവ് തന്നെ രണ്ടായിട്ട് പിരിഞ്ഞ് സ്വയംഭൂമനു ശതരൂപ എന്ന രണ്ട് മനുഷ്യരൂപവും ഉണ്ടായതും ഒക്കെ വർണ്ണിച്ചു. സ്വയംഭൂമനുവിൻ്റെ ഉൽപ്പത്തിയൊക്കെ അവിടെയാണ് വർണ്ണിച്ചത്. ശതരൂപാജയാ സ്ത്രീണാമദ്യാപ്രകൃതിരുത്തമാം സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേഹേ. അതിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ശതരൂപയുടെ ഉൽപ്പത്തിയൊക്കെ വർണ്ണിച്ചല്ലോ. സ്വയംഭൂമനു ശതരൂപ, ആ രണ്ട് ധർമ്മ പത്നികളുടെ എന്ന് പറയട്ടെ, അവരിൽ നിന്ന് സന്താനമുണ്ടായത്, കർദമ പ്രജാപതിയുടെ ജനനം ഒക്കെ പിന്നീട് വർണ്ണിച്ചു എന്ന് മാത്രമല്ല, ഭഗവാന്റെ അടുത്ത അവതാരം വർണ്ണിക്കുകയാണ് കപിലദേവനായിട്ട്, കപിലവാസുദേവനായിട്ട്. അതിബുദ്ധിമാനായിരുന്നു കപിലവാസുദേവൻ. താനും തൻ്റെ അമ്മയും മാത്രമുള്ള സമയത്ത് കപിലവാസുദേവൻ അനവധി തത്വങ്ങൾ വർണ്ണിച്ചു കൊടുത്തു അമ്മയ്ക്കാണ്. തൃതീയ സ്കന്ധത്തിൽ ആ കപിലോപദേശം ഉണ്ടല്ലോ, അതെല്ലാം ഭഗവാൻ കപിലവാസുദേവൻ തൻ്റെ മാതാവായിട്ടുള്ള ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്താണ്, പറഞ്ഞു കൊടുത്തതാണ്. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ സംവാദ കപിലേന ച ധീമത. ബുദ്ധിമാനായിട്ടുള്ള കപിലവാസുദേവൻ ദേവഹൂതി മാതാവിന് ചെയ്ത സംവാദം, അതാണ് കപിലോപദേശം. പിന്നീടും സൃഷ്ടി തന്നെ നമ്മൾ കണ്ടു. നവബ്രഹ്മസമുൽപ്പത്തിർദക്ഷയജ്ഞ വിനാശനം ധ്രുവസ്ഥചരിതം പശ്ചാൽ പൃഥോ പ്രാചീനബർഹിഷാം. ചതുർത്ഥസ്കന്ധത്തിലെ മരീചി മുതലായിട്ടുള്ള പ്രജാപതികളുടെ ഉൽപ്പത്തിയും ദക്ഷയാഗവും, ദക്ഷയാഗത്തിലെ ദക്ഷൻ്റെ ശിരസ് ഹോമാഗ്നിയിൽ ഹോമിച്ചതും എല്ലാം നമ്മൾ കണ്ടു. ധർമാർത്ഥകാമ മോക്ഷങ്ങളുടെ പ്രകടനമാണ് എന്ന് പറയാം ചതുർത്ഥസ്കന്ധത്തിന്. ദക്ഷനെപ്പോലെ ആവരുതെന്ന് കാണിക്കുന്ന ദക്ഷയാഗത്തിൻ്റെ ചരിത്രം വർണ്ണിച്ചു, ധ്രുവൻ്റെ ചരിത്രം വർണ്ണിച്ചു, പൃഥുവായിട്ട് ഭഗവാൻ അവതരിച്ചുവല്ലോ, ആ പൃഥുവിൻ്റെ ചരിത്രം, പ്രാചീന ബർഹിസും നാരദമുനിയും തമ്മിലുണ്ടായിട്ട സംവാദം. പ്രാചീന ബർഹിസ് അനവധി യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ യാഗത്തിലും ജീവജാലങ്ങളെ നിഗ്രഹിക്കുകയാണല്ലോ. അതിൻ്റെ പാപഫലങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പ്രാചീന ബർഹിസിന് വിധി വരും എന്ന് നാരദ മഹർഷി ഉപദേശിച്ചപ്പോൾ വല്ലാതെ വിഷമിച്ചു പ്രാചീന ബർഹിസ്. നാരദ മഹർഷി, എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം? ഞാൻ ഇത്രയും യാഗങ്ങൾ ചെയ്തിട്ടും എനിക്കിങ്ങനെ ദോഷം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ വിസ്തരിച്ച് നാരദ മഹർഷി അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കും പുരഞ്ജനോപാഖ്യാനം എന്നുള്ള കഥയിൽ കൂടെ. അങ്ങനെ പുരഞ്ജനോപാഖ്യാനം അടക്കം മോക്ഷപ്രകരണമാണല്ലോ പുരഞ്ജനോപാഖ്യാനം. എന്താണ് പരമാത്മാവ് ജീവാത്മാവ് പരമാത്മാവ് തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഈ പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ് എന്നുള്ള മോക്ഷരഹസ്യം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു നാരദ മഹർഷി. പിന്നീട് നാരദസ്യ സംവാദസ്ഥത പ്രിയവ്രതം ദ്വിജാഹ. അതിനുശേഷം പ്രിയവ്രതൻ്റെ വംശപരമ്പര, പ്രിയവ്രതൻ്റെ ചരിത്രം, ഋഷഭൻ്റെ ചരിത്രം, ഭരതൻ്റെ ചരിത്രം ഒക്കെയാണ് പഞ്ചമസ്കന്ധത്തിലെ ആദ്യ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. തതോ ദ്വീപസമുദ്രാദ്രി വർഷനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാള നരകസ്ഥിതി. പിന്നീട് പഞ്ചമസ്കന്ധത്തിലെ ദ്വീപുകളുടെയും സമുദ്രങ്ങളുടെയും അദ്രികളുടെയും, അദ്രി എന്ന് പറഞ്ഞാൽ
പർവ്വതങ്ങളുടെയും ഒക്കെ വർണ്ണന നമ്മൾ കേട്ടു. ഗംഗാനദിയുടെ ആവിർഭാവം, ഗംഗാനദി എങ്ങനെയാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ജ്യോതിഷ് ചക്രങ്ങൾ ഏതൊക്കെയാണ്, പാതാള ലോകങ്ങൾ ഏതൊക്കെയാണ്, പിന്നീട് നരകം എന്നുള്ള ലോകത്തിൻ്റെയും കൂടി വർണ്ണന നമ്മൾ കേട്ടു. അതെല്ലാം പഞ്ചമസ്കന്ധത്തിൽ വിസ്തരിച്ചു. ദക്ഷജന്മ പ്രജേതോഭ്യസ്തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാശ്ചര്യം നഗ ഖഗാദയാ. പിന്നീട് രണ്ടാമതുണ്ടായിട്ടുള്ള ദക്ഷൻ്റെ പ്രജേതസ്സുകളുടെ മകനായിട്ടുണ്ടായിട്ടുള്ള ദക്ഷൻ്റെ ചരിത്രമാണ് ഉണ്ടായത്. 6ാമത്തെ സ്കന്ധത്തിൽ പ്രാജേതസ് ദക്ഷൻ എന്ന് പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ പുത്രിമാരുടെ സന്താനങ്ങളുടെ ചരിത്രവും, പിന്നീട് അവരിൽ നിന്നുണ്ടായിട്ടുള്ള ദേവാസുരന്മാര്, മനുഷ്യര്, തിര്യക്കുകള്, വൃക്ഷങ്ങള്, പക്ഷികള്, ഈ സൃഷ്ടിവർഗങ്ങളുടെയൊക്കെ വർണ്ണന, അതൊക്കെയാണ് നമ്മൾ പിന്നീട് കേട്ടത്. വൃത്രാസുരന്റെ ഉൽപ്പത്തി, മരണം, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ചദ്വിതേർദ്വിജാഹ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനാ. സപ്തമസ്കന്ധായപ്പോഴേക്കും പ്രഹ്ലാദന്റെ ചരിത്രമാണ് പിന്നീട് വിസ്തരിച്ചത്. ഹിരണ്യകശിപുവിൻ്റെ ചരിത്രം എന്നർത്ഥം. ദിതിയുടെ പുത്രനായിട്ടുള്ള അസുരമാതാവായിട്ടുള്ള ദിതീദേവിയുടെ പുത്രന്മാരായിട്ടുള്ള ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ്റെ കഥയാണ് നമ്മൾ വരാഹ അവതാരത്തിൽ കേട്ടത്. ഇവിടെ സപ്തമസ്കന്ധത്തിലെ ഹിരണ്യകശിപുവിൻ്റെ ചരിത്രം, ഹിരണ്യകശിപുവിനെ ഭഗവാൻ നിഗ്രഹിക്കുന്നതും മഹാത്മാവായിട്ടുള്ള പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള അത്ഭുത ചരിത്രം, നരസിംഹാവതാര കഥകൾ എല്ലാം 7ാമത്തെ സ്കന്ധത്തിലെ വർണ്ണനാ വിഷയങ്ങളായിരുന്നു. 8ാമത്തെ സ്കന്ധമായപ്പോഴേക്കും മന്വന്തരങ്ങളുടെ കഥയായി. മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയാം. അനവധി മന്വന്തരങ്ങളുണ്ടെന്നും 14 മന്വന്തരങ്ങൾ, ആ മന്വന്തരങ്ങളിലുണ്ടായിട്ടുള്ള രാജാക്കന്മാരുടെയൊക്കെ പേരുകൾ, അതിൽ ഗജേന്ദ്രൻ്റെ മോക്ഷം, ഗജേന്ദ്രമോക്ഷം എന്നുള്ള ആ മന്വന്തര ലീല, ഭഗവാൻ ഗജേന്ദ്രമോക്ഷം എന്നുള്ള കഥയിൽ കൂടെ അവതരിച്ചതും, പിന്നീട് ഭഗവാന്റെ മറ്റുള്ള അവതാരങ്ങളായിട്ടുള്ള ഹയഗ്രീവ അവതാരം മുതലായതൊക്കെ അഷ്ടമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. കൂർമ്മമായിട്ടും ധന്വന്തരി മൂർത്തിയായിട്ടും വാമനനായിട്ടും മത്സ്യമായിട്ടും പാലാഴി മഥന കഥയിൽ കൂടെ ഉണ്ടായിട്ടുള്ള മോഹിനി അവതാരങ്ങളുമൊക്കെ പിന്നീട് നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. കൗർമ്മം ധാന്വന്തരം മാത്സ്യം വാമനം ചകൽപതേഹേ ക്ഷീരോദമഥനം തദ്വൽ അമൃതാർത്ഥേ ദിവോകസാം. ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മതദ്വംശ ശുദ്ധിന്മസ്യ മഹാത്മനാം. പിന്നീട് നവമസ്കന്ധം എത്തിയപ്പോഴേക്കും ദേവാസുരന്മാർ തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധം എന്നെന്നും നടന്നു വരുന്നതാണല്ലോ ദേവാസുര യുദ്ധം, അതെല്ലാം വർണ്ണിച്ചു. അഷ്ടമസ്കന്ധത്തിൽ തന്നെ അത് വർണ്ണിച്ചു കഴിഞ്ഞു. പിന്നെ നവമസ്കന്ധത്തിൽ രാജവംശങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. അനവധി രാജാക്കന്മാരുടെ കഥകൾ, ഇക്ഷ്വാകു രാജാവിൻ്റെ ജനനവും ആ വംശത്തിൽ ജനിച്ചവരും, സുദ്യുമ്നൻ എന്നുള്ള രാജാവിൻ്റെ കഥ, സുദ്യുമ്നൻ ഇളയായിട്ട് മാറുന്ന അവസ്ഥ, സ്ത്രീയായിട്ടും പുരുഷനായിട്ടുമുള്ള ആ സുദ്യുമ്നൻ്റെ ചരിത്രം, താരയുടെ കഥ, സൂര്യവംശത്തിൻ്റെ ഉൽപ്പത്തി, അങ്ങനെ ശശാദൻ, നൃഗൻ മുതലായ പറ്റുള്ള കഥ എല്ലാം വർണ്ണിച്ചു. സൂര്യവംശം വർണ്ണിച്ചു. ഇളോപാഖ്യാനം അത്രോക്തം താരോപാഖ്യാനമേവചാം സൂര്യവംശാനുകഥനം ശശാദാദ്യ നിർഗാതയ. സൂര്യവംശത്തിലാണല്ലോ ഇക്ഷ്വാകു വംശം വർണ്ണിച്ചതും ഭഗവാൻ ശ്രീരാമൻ്റെ അവതാരമൊക്കെ വർണ്ണിച്ചതൊക്കെ അതിലാണ്. സൗകന്യം ചാഥചര്യാദേ ഖഗുൽസ്തസ്യ ച ധീമതാം ഖട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സഗരസ്യ ച. സഗരരാജാവിൻ്റെ കഥ, മാന്ധാതുവിൻ്റെ കഥ, രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം, കോസല രാജാവായിട്ടുള്ള രാമൻ്റെ ചരിത്രം, കിൽബിഷാപഹം, എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്ന രാമായണ കഥകൾ, 2 അധ്യായം കൊണ്ട് രാമായണ കഥ വർണ്ണിക്കണു. ശര്യാദി രാജാവിൻ്റെയും സുകന്യയുടെയും കഥ എല്ലാം നമ്മൾ കേട്ടു. ഖട്വാങ്കൻ എന്നുള്ള ചക്രവർത്തിക്ക് വളരെ എളുപ്പം മോക്ഷം കിട്ടി എന്ന് പറയുന്ന ആ കഥ,
മുഹൂർത്ത സമയം കൊണ്ട് ഭഗവാനെ സ്മരിച്ച് മോക്ഷം നേടിയിട്ടുള്ളവനാണ് ഖട്വാങ്കൻ എന്ന ചക്രവർത്തി. പിന്നീട് മാന്ധാതാവും സൗഭരി സഗരം മുതലായിട്ടുള്ളവരുടെയൊക്കെ ചരിത്രം, ശ്രീരാമസ്വാമിയുടെ പാപത്തിനെല്ലാം നശിപ്പിക്കുന്ന രാമായണ കഥകൾ, നിമിയുടെ ശരീരപരിത്യാഗം, അങ്ങനെ അങ്ങനെ അനവധി രാജാക്കന്മാരുടെ കഥ നമ്മൾ സൂര്യവംശത്തിൽ കേട്ടു. പിന്നീട് സോമവംശത്തിലാണല്ലോ പരശുരാമൻ്റെ ഒക്കെ കഥ വരുന്നത്. ഭൃഗുവിൻ്റെ വംശത്തിൽ ജനിച്ച പരശുരാമൻ ഈ ഭൂമിയിലുണ്ടായിട്ടുള്ള ദുഷ്ടക്ഷത്രിയന്മാരെയൊക്കെ നിഗ്രഹിച്ച് ക്ഷത്രിയവംശത്തെയൊക്കെ നശിപ്പിച്ചു പരശുരാമൻ എന്നുള്ള കഥ. പിന്നെ ചന്ദ്രവംശത്തിൽ സോമവംശത്തിലുണ്ടായിട്ടുള്ള കുരൂരവസിൻ്റെ കഥ, യയാതിയുടെ കഥ, നഹുഷൻ മുതലായവരുടെയൊക്കെ ചരിത്രം, രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവാം ഐലസ്യ സോമവംശസ്യ യയാതർനഹുഷസ്യ ചാം ദൗഷ്യന്തേർഭരതസ്യാപി സന്തനോസ്തൽസുതസ്യ ചാം യയാതർജ്യേഷ്ഠപുത്രസ്യ ഇതോർവംശോനുകീർത്തിതാം. ദുഷ്യന്തൻ്റെ കഥ, ദുഷ്യന്തൻ്റെ പുത്രനായിട്ടുള്ള ഭരതൻ്റെ ചരിത്രം, ശന്തനു മഹാരാജാവിൻ്റെ ചരിത്രം, ഭീഷ്മരുടെ കഥ, യയാതിയുടെ പുത്രന്മാരായിട്ടുള്ള 4 പേരുണ്ട്. അതിൽ യദു, മൂത്തപുത്രനായ യദുവിൻ്റെ ചരിത്രം, യദുവംശത്തിലുള്ളവരുടെ രാജാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു. അങ്ങനെ എല്ലാ കഥകളും അനവധി ചരിത്രങ്ങളാണ്, രാജാക്കന്മാരുടെ ചരിത്രങ്ങളാണ് നവമസ്കന്ധത്തിൽ വർണ്ണിച്ചത്. ആ യദുകുലത്തിലാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നല്ലേ പറയാ. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ചതാണ് യദുകുലത്തിൽ. യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ. യദുകുലത്തിൽ ജനിച്ച ശ്രീകൃഷ്ണൻ ഭഗവാൻ തന്നെ, സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ വസുദേവരുടെ ഗൃഹത്തിൽ അവതരിച്ചു. പക്ഷേ ഗോകുലത്തിലാണ് പിന്നെ വളർച്ചയുണ്ടായതെന്ന് മാത്രം. നന്ദഗോപരുടെ ഗൃഹത്തിലാണ് യശോദാദേവിയുടെ പരിരക്ഷണത്തിൽ അങ്ങനെ കഴിഞ്ഞു കുറേ കാലം ഗോകുലത്തിൽ. സസ്യകർമാണ്യപാരാണി കീർത്തിധാന്യസുരദ്വിഷാം പൂതനാസുഭയപ്പാനം സകടോച്ചാടനം ശിശോഹോ. ആ ഭഗവാന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുത ലീലകൾ എത്ര പറഞ്ഞാലും തീരില്ല എന്നർത്ഥം. അസുരന്മാരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ശിഷ്ടപരിപാലനത്തിനും വേണ്ടിയിട്ടാണല്ലോ ഭഗവാന്റെ അവതാരം ഉണ്ടായത്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അനന്ത കഥകൾ അതൊക്കെയാണ് ദശമസ്കന്ധത്തിൽ വർണ്ണിച്ചത്. ദശമസ്കന്ധത്തിലെ 90 അധ്യായങ്ങൾ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിച്ചു. സൂതൻ പറയാണ്, ഇത്രയും വിസ്തരിച്ചാണ് ശിശുബ്രഹ്മർഷി പരീക്ഷിത മഹാരാജാവിന് കൃഷ്ണകഥകൾ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തത്. വളരെ ശിശുവായിരിക്കുമ്പോൾ തന്നെ പൂതന എന്നുള്ള ഒരു രാക്ഷസിയെ പ്രാണവായുക്കളോടുകൂടി തന്നെ ആ പ്രാണവായുവിനെ വലിച്ചെടുത്തുകൊണ്ട് അവളെ സംഹരിച്ചു എന്നാണ്. പിന്നീട് ശകടാസുരനെ നിഗ്രഹിച്ചു. ശകടത്തിലെ ആവേശിച്ച ഒരു അസുരൻ ചെറിയ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണൻ്റെ അടുത്ത് വന്ന് ശകടത്തിൽ ആവേശിച്ചപ്പോൾ കൂട്ടുകാർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കൃഷ്ണൻ അതെല്ലാം മനസ്സിലായി എന്നാണ്. തൻ്റെ ആ കുഞ്ഞു കാലുകളെ കണ്ടൊരു ചെറിയൊരു ചവിട്ടേ വേണ്ടി വന്നുള്ളൂ ശകടാസുരൻ്റെ നിഗ്രഹത്തിന്. അങ്ങനെ എത്രയോ രാജാക്കന്മാർ, തൃണാവർത്തൻ, ബകാസുരൻ, വത്സാസുരൻ, ധേനുകൻ, പ്രലംബൻ, ഇവരെല്ലാവരെയും കൃഷ്ണനും രാമനും ഒക്കെ കൂടി അങ്ങനെ നിഗ്രഹിച്ചു എന്നാണ്. രാമൻ്റെ സഹായവും ഇടയ്ക്കിടയ്ക്കൊക്കെ സ്വീകരിച്ചിരുന്നു കൃഷ്ണൻ. ഗോപികുമാർക്ക് എല്ലാവിധ അനുഗ്രഹവും കൊടുത്തു. അതുപോലെ തന്നെ കാളിയൻ്റെ അഹങ്കാരം എല്ലാം അവസാനിപ്പിച്ചു. ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പതാം. കാട്ടുതീയിൽ നിന്ന് ഗോപന്മാരെ ശ്രീകൃഷ്ണ ഭഗവാൻ രക്ഷിച്ചു. ആ ചരിത്രം. ദമനം കാളിയസ്യാഹർ മഹാർഹർ നന്ദമോക്ഷണം. നന്ദഗോപരെ മലമ്പാമ്പിൽ നിന്ന് രക്ഷിച്ചൊരു കഥയുണ്ട്, നന്ദമോക്ഷണം. അതും അത്ഭുതകരമായിട്ടുള്ള ഭഗവാന്റെ ലീല തന്നെയാണ്. പിന്നെ ഗോപകന്യകമാരുടെ വ്രതങ്ങൾ, ആ വ്രതങ്ങളൊക്കെ അനുസരിച്ച കന്യകമാരെ ഭഗവാൻ വളരെയധികം പ്രേമത്തോടുകൂടി അനുഗ്രഹിച്ചു എന്നാണ്. അതുപോലെ തന്നെയാണ് യജ്ഞം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ബ്രാഹ്മണരുടെ
അവർ കർമ്മഠന്മാരായിരുന്നു ആ ബ്രാഹ്മണർ. അവർക്ക് വേണ്ട വിധത്തിൽ ഭഗവാൻ അരികത്ത് വന്നിട്ട് പോലും ഭഗവാനെ ആശ്രയിക്കാൻ അവർക്ക് മനസ്സുണ്ടായില്ല. അതറിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണരുടെ പത്നിമാരായിട്ടുള്ള ബ്രാഹ്മണ പത്നിമാരെ, അവർ ഭഗവാനെ യജ്ഞപത്നിമാർ, ആ ഭഗവാനെ ആശ്രയിച്ചതും ഭഗവാൻ ഭക്ഷണം കൊടുത്തതും ആ കരുണാവാരിധിയായിട്ടുള്ള ഭഗവാൻ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിച്ചതുമായിട്ടുള്ള ലീലകൾ ഇത് കണ്ട് കർമ്മഠന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്ക് വല്ലാത്ത വിഷമമായി, പശ്ചാത്താപം തോന്നിയതാണ്. തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്? ഈ കൃഷ്ണനെ ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയുള്ള കൃഷ്ണൻ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പോലും തങ്ങൾക്ക് മനസ്സിലായല്ലോ. വല്ലാത്ത വിഷമത്തിലായിത്തീർന്നു ആ ബ്രാഹ്മണരെ എന്നർത്ഥം. പക്ഷേ കംസനെ പേടിച്ചുകൊണ്ട് അവർ ഭഗവാന്റെ അടുത്തേക്ക് പോയില്ല എന്നാണ് പറയുന്നത്. വ്രതചര്യാതുകന്യാനാം എത്ര തുഷ്ടോച്യുതോ വ്രതൈഹി സ്വസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ച അനുതാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേ രഥാം യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിः ക്രീഡാചരാത്രിഷു. പിന്നീട് ഗോവർദ്ധന പർവ്വതം, എന്തൊരു അത്ഭുതകരമായിട്ടുള്ള ലീലയാണ് ഭഗവാൻ കാണിച്ചത്. അതെല്ലാം കണ്ടുകെട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ഇന്ദ്രൻ കാമധേനുവും കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഗോവിന്ദാഭിഷേകം ചെയ്തു എന്നാണ്. പട്ടാഭിഷേകം പാലുകൊണ്ട് അഭിഷേകം ചെയ്തതും എല്ലാം അത്ഭുതകരമായിട്ട് ആ ലീല. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ സാധാരണ ഒരു ബാലനല്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും വന്നു തുടങ്ങി. ഗോവിന്ദനായിട്ട് ഭഗവാനായിട്ട് ശ്രീകൃഷ്ണനെ അവർ അഭിഷേകം ചെയ്തു. പിന്നീടാണ് രാസക്രീഡ, മനോഹരമായിട്ടുള്ള ക്രീഡ ഗോപസ്ത്രീകളോട് കൂടി ഭഗവാൻ ആടിയ ലീലകൾ. ശംഖചൂഡസ്യ ദുർബുദ്ധർവഥോ ഇഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോ. ശംഖചൂഡൻ, അരിഷ്ടൻ, കേശി മുതലായിട്ടുള്ള രാക്ഷസന്മാരുടെ വധം, അക്രൂരൻ്റെ വരവ്. അക്രൂരനെ പറഞ്ഞയച്ചു എന്നാണ് കംസൻ. ഏതൊരു അത്ഭുത ബാലൻ ഗോകുലത്തിലുണ്ട്, ആ അത്ഭുത ബാലനെ ഒന്ന് കൊണ്ടുവരണം എന്നാണ് കംസൻ്റെ സന്ദേശം. അക്രൂരനെ പറഞ്ഞയച്ച് കൃഷ്ണനെയും രാമനെയും കൊണ്ടുവരാൻ പറയണു മധുരരാജ്യത്തിലേക്ക്. അവിടെ വന്നിട്ട് ചതിച്ചു കൊല്ലാമെന്നുള്ള പ്ലാനായിരുന്നു കംസന്. പക്ഷേ കൃഷ്ണനും രാമനൊക്കെ അറിയാത്ത വല്ല വസ്തുക്കളൊന്നുമില്ലല്ലോ. എല്ലാ രഹസ്യങ്ങളും സർവസാക്ഷിയാണല്ലോ ഭഗവാൻ. എല്ലാത്തിനും സാക്ഷിയാണ് ഭഗവാൻ എന്നർത്ഥം. അങ്ങനെ യാതൊരു സംശയവുമില്ലാതെ ധൈര്യപൂർവം ബലരാമനും കൃഷ്ണനും കൂടി മധുരാരാജ്യത്തിലേക്ക് പുറപ്പെട്ടു പോയി. വ്രജസ്ത്രീണാം വിലാപശ്ചാമധുരാലോകനം തഥാം ഗജമുഷ്ടികജാണൂരകംസാദീനാം ചയോവധാം. വ്രജത്തിലെ സുന്ദരികളായിട്ടുള്ള ഗോപസ്ത്രീകളൊക്കെ ഭഗവാൻ വ്രജം വിട്ട് മധുരയിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വല്ലാത്ത ദുഃഖം പ്രകടിപ്പിച്ചു. അവർ പിന്നാലെ പുറപ്പെട്ടു എന്നാണ് കൃഷ്ണൻ്റെ കൂടെ. പക്ഷേ കൃഷ്ണനും രാമനും അക്രൂരൻ്റെ കൂടെ മധുരാപട്ടണത്തിൽ പ്രവേശിക്കുന്നു. അവിടെ ചെന്ന ദിവസം തന്നെ അത്ഭുതകരമായിട്ടുള്ള ലീലകളൊക്കെ ചെയ്തുകൊണ്ട് കുവലയാപീഠം എന്നു പേരായിട്ടുള്ള കംസൻ്റെ കാവൽക്കാരനായിട്ടുള്ള ഗജത്തെ നിഗ്രഹിച്ചു എന്നാണ്. മുഷ്ടികൻ, ചാണൂരൻ എല്ലാവരെയും നിഗ്രഹിച്ചു. എല്ലാ യോദ്ധാക്കളെയും നിഗ്രഹിച്ചു. അവസാനം കംസനെയും കൂടി നിഗ്രഹിക്കാൻ ഒരു വിഷമമുണ്ടായില്ല കൃഷ്ണന്. വ്രജസ്ത്രീണാം വിലാപശ്ചാം മധുരാലോകനം തഥാ ഗജമുഷ്ടിക ചാണൂരകംസാദീനാം ച യോവധാം. വ്രതസ്യ ആനയനം സൂനോ പുനഃസാന്ദീപനേർഗുരോ മധുരായാം നിവസതായത് ചക്രസ്യൽപ്രിയം. അതിനുശേഷമാണ് ഇതാ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായുള്ളൂ എന്നാണ്. കംസനിഗ്രഹത്തിന് ശേഷമാണ് സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് പോയി 64 ദിവസം കൊണ്ട് സകല കലകളും സകല ശാസ്ത്രങ്ങളും പഠിച്ചു കൃഷ്ണനും രാമനും എന്നാണ്. ഗുരുനാഥൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നീട് ആ ഉദ്ധവരോട് കൂടി ബലരാമേട്ടനോടൊക്കെ കൂടി മധുരയിലേക്ക് വസിക്കുന്ന കാലഘട്ടത്തിൽ കംസന് ശേഷം മധുരയിൽ തന്നെ താമസം തുടർന്നു കുറേ കാലം എന്നാണ്. ഉഗ്രസേനെ മഹാരാജാവാക്കി വാഴിച്ചു. പിന്നീട് ജരാസന്ധൻ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ ആ സൈന്യങ്ങളെയൊക്കെ പലവട്ടവും സംഹരിച്ചു ഭഗവാൻ. അങ്ങനെയും ദുഷ്ടജനങ്ങളുടെ സാന്ദ്രത കുറച്ചു കൊണ്ടുവന്നു.
പിന്നീടാണ് മുചുകുന്ദ മഹാരാജാവിനെ കൊണ്ട് യവനനെ വധിപ്പിച്ചതൊക്കെ. അതുപോലെ തന്നെ യദുക്കളെ ദ്വാരകയിൽ പ്രവേശിപ്പിച്ച് ഇരുത്തി സംരക്ഷിച്ചു. ദേവലോകത്തിൽ നിന്ന് സുധർമ്മ എന്നു പേരായിട്ട് സഭയും പാരിജാതം എന്ന വൃക്ഷവും ഒക്കെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നതും എല്ലാം അത്ഭുതകരമായിട്ടുള്ള ഭഗവാന്റെ ലീലകളായിരുന്നു. പിന്നീടാണ് ഗൃഹസ്ഥ ജീവിതം തുടങ്ങിയത് കൃഷ്ണൻ. രുക്മിണിയെ വിവാഹം കഴിച്ചു രാക്ഷസ വിധിപ്രകാരം. പിന്നീട് രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യ ദിഷതോ ഹരേഹ ഹരസ്യ ദൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം. ബാണന്റെ യുദ്ധത്തില് ശിവനെ ജയിച്ചുകൊണ്ട് ബാണന്റെ കൈകളൊക്കെ ഛേദിച്ചു. പ്രാഗ് ജ്യോതിഷപുരം എന്നുള്ള ജ്യോതിഷം എന്ന് പേരായിട്ടുള്ള പ്രാഗ്ജ്യോതിഷം എന്ന് പേരായിട്ടുള്ള രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള നരകാസുരനെ നിഗ്രഹിച്ചു എന്നാണ്. പ്രാഗ് ജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഭരണം ചേൽ. നരകാസുരൻ ജയിലിൽ പൂട്ടിവെച്ചിരുന്ന അല്ലെങ്കിൽ ജയിലിൽ ആക്കിയിരുന്ന ബന്ധനത്തിൽ കിടന്നിരുന്ന രാജകന്യകകളെയും കൃഷ്ണൻ സ്വതന്ത്രരാക്കി അവരെ സ്വീകരിച്ചു പത്നിമാരായിട്ടെന്നാണ്. ചൈത്യ പൗണ്ഡ്രകസാൽവാനാം ദന്തവക്ത്രസ്യ ദുർമതയെ. ചൈത്യൻ ശിശുപാലൻ പൗണ്ഡ്രകൻ സാൽവൻ ശംബരോദിവിതപീഠോമുര പഞ്ചജനാദയാം മാഹാത്മ്യം ജപഥസ്തേഷാം വാരാണസ്യാസ്തദാഹനം. ദുർബുദ്ധികളായിട്ടുള്ള ദന്തവക്രൻ, ശംബരൻ, ദ്വിജൻ, പീഠൻ, മുരൻ, പഞ്ചജനൻ ഇവരൊക്കെ നിഗ്രഹിച്ചു ഭഗവാൻ. അതെല്ലാം വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുന്നു പത്താമത്തെ ദശമസ്കന്ധത്തിൽ എന്നർത്ഥം. അങ്ങനെ ഭൂമിയുടെ ഭാരമെല്ലാം കുറച്ചു. ഭാരാവതരണം ഭൂമിർ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാവദേശേന സംഹാരസ്വകുലസ്യജാം. പാണ്ഡവരെ നിമിത്തമാക്കിയിട്ട് ദുഷ്ടരാജാക്കന്മാരെയൊക്കെ വധിച്ചു. മഹാഭാരത യുദ്ധത്തിലെ അനവധി ദുഷ്ടന്മാർ നശിച്ചുപോയി. അങ്ങനെ ഭൂമിയുടെ ഭാരമെല്ലാം കുറയ്ക്കുന്ന കഥകളായിരുന്നു നമ്മൾ ദശമസ്കന്ധത്തിൽ കണ്ടത്. നിരോധം എന്ന് പറയുന്ന ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ദശമസ്കന്ധം. പിന്നീട് ഏകാശസ്കന്ധത്തിലെ ഭഗവാൻ തൻ്റെ യദുവംശത്തെ, തൻ്റെ സ്വന്തം വംശത്തെ ഒരു കാരണമുണ്ടാക്കിയിട്ട് സംഹരിച്ചു എന്നാണ്. ബ്രാഹ്മണശാപം എന്നുള്ള ഒരു കാരണം ആരോപിച്ചുകൊണ്ട് ആ യദുവംശത്തേക്ക് നശിച്ചു എന്നർത്ഥം. ഏതായാലും വംശമൊക്കെ നശിക്കാനുള്ളതാണ്. അതെല്ലാം നശിച്ചുപോയി. അതിന് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് പ്രധാന കാരണം എന്നർത്ഥം. യാദവ വംശം നശിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഇച്ഛിച്ചു എന്നേ പറയാനുള്ളൂ. ബ്രാഹ്മണ ശാപം എന്നത് വെറും ഒരു പേരിന് മാത്രം, ഒരു കാരണമായി എന്നേ അവിടെ പറയാനുള്ളൂ. ആ സമയത്താണ് ഉദ്ധവർ വന്ന് ഭഗവാനെ സമീപിക്കുന്നതും. ഭഗവാൻ സ്വർഗാരോഹണത്തിന് തയ്യാറായപ്പോൾ തന്നെയും കൂട്ടിക്കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ച ഉദ്ധവരോട് അത്ഭുതകരമായിട്ടുള്ള വേദവാക്യങ്ങളും തത്വങ്ങളും എല്ലാം ഉപദേശിച്ചുകൊണ്ട് ഏകാദശസ്കന്ധത്തിൽ ഉദ്ധവ ഗീത എന്നുള്ള ഗീതോപദേശമൊക്കെ ചെയ്യണു. ഉദ്ധവരെ ഉദ്ധരിക്കണു എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള അത്ഭുതകരമായിട്ടുള്ള ഏകാദശസ്കന്ധം. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ മനുഷ്യ ശരീരത്തെ ആത്മയോഗാഭ്യാസം കൊണ്ട് പരിത്യജിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏകാദശസ്കന്ധം അങ്ങ് സമർപ്പിച്ചത്. ഭഗവാൻ തന്നെ സ്വന്തം ശരീരം ഉപേക്ഷിച്ചു. പിന്നീടാണ് ദ്വാദശസ്കന്ധത്തിലെ വിഷയത്തിലേക്ക് കിടക്കുന്നത്. ദ്വാദശസ്കന്ധത്തിലെ യുഗങ്ങളുടെ ലക്ഷണമൊക്കെ വർണ്ണിക്കും. കലിയുഗത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന നാശത്തെ പറ്റിയൊക്കെ വർണ്ണിക്കും. യുഗലക്ഷണ വൃത്തിശ്ച കലോ നൃണാമുപപ്ലവാം ചതുർവിധശ്ച പ്രളയ ഉൽപ്പത്തിസ്ത്രിവിധാ തഥാ. 4 വിധത്തിലുള്ള പ്രളയം. അതുപോലെ തന്നെ പ്രാണികളുടെ 3 വിധത്തിലുള്ള ഉൽപ്പത്തിയുടെ വിശദവിവരങ്ങൾ. ഈ പ്രളയങ്ങളെ നിത്യ, നൈമിത്തിക, പ്രാകൃതിക, ആത്യന്തിക 4 തരം പ്രളയങ്ങളെ പറ്റി വർണ്ണിക്കും. പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷണയുള്ള ലയം, അതാണ് ഉദ്ദേശിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിൻ്റെ ദേഹത്യാഗവും പിന്നീടൊക്കെ വർണ്ണിക്കും. ശിശുബ്രഹ്മർഷി അതിൻ്റെ പരീക്ഷത്തിന് ബ്രഹ്മോപദേശം നൽകുന്ന ഭാഗം ഒക്കെ വളരെ ഭംഗിയായിട്ട് ശിശുബ്രഹ്മർഷി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്നോ ഉള്ള വേദവാക്യങ്ങളെല്ലാം നല്ലപോലെ ഓർക്കണം പരീക്ഷിത്തെ.
പരീക്ഷിത്ത് ഈ ശരീരമല്ല, ഈ ആത്മാവാണ്. അതുകൊണ്ട് പരീക്ഷത്തിന് മരണമില്ല എന്ന് പറയുകയാണ് ശിശുപാൽ മഹർഷി. ജനനവും മരണമൊക്കെ ശരീരത്തിനേ ഉള്ളൂ, ആത്മാവിന് യാതൊരു മരണവും ഇല്ല എന്ന് വർണ്ണിച്ചു കൊടുത്തു. പിന്നീട് ആ ദ്വാദശസ്കന്ധത്തിലെ വേദവിഭാഗങ്ങളെപ്പറ്റി വർണ്ണിച്ചു. മാർക്കണ്ഡേയ മുനിയുടെ കഥകൾ വർണ്ണിച്ചു. സൂര്യൻ്റെ വ്യൂഹം, അതിൻ്റെ വിന്യാസമൊക്കെ വർണ്ണിച്ചു 11ാമത്തെ സ്കന്ധത്തില് 11ാമത്തെ സ്കന്ധത്തില്. അങ്ങനെ ശൗനകാദി മഹർഷിമാരെ എന്തെല്ലാമോ ചോദിച്ചത് അതിനെല്ലാം സൂതൻ മറുപടി കൊടുത്തു എന്നാണ്. ശ്രീഹരിയുടെ കഥകളാണ് ഈ ഭാഗവതത്തിൻ്റെ ഓരോരോ ഭാഗത്തും. എല്ലാ ശ്ലോകങ്ങളിലും ഭഗവാന്റെ മഹത്വം തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ആരാണോ ഭാഗവത്തെ വേണ്ട വിധത്തിൽ ശ്രവിക്കുന്നത്, കീർത്തിക്കുന്നത്, അത്തരം ആൾക്കാര് പരിതസ്ഖലിതോ വാർത്തക്ഷുത്വാ വിശോബ്രുവൻ ഹരേ നമ ഇത്യുച്ചേർമുച്ചതേ സർവപാതകാൽ. എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണല്ലോ. ഹരേ നമ എന്ന് ഉച്ചത്തിൽ ജപിച്ചാൽ മതി എന്നാണ്. സർവപാപവും തീർന്നു കിട്ടും. ഏത് വിധത്തിലെ ക്ഷീണം സംഭവിച്ച ആൾക്കാർക്കും, വീഴുന്ന സമയത്തും കാലിടറി വീഴുന്ന സമയത്തും രോഗം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട് കഷ്ടപ്പെടുന്ന സമയത്തും പരവശനായിട്ടിരിക്കുന്ന ഏതൊരവസ്ഥയിലും, അങ്ങനെയൊന്നുമില്ല, പരവശത എന്നില്ല, നല്ല സമയത്ത് ഏത് സമയത്തും ഭഗവാനെ ശ്രീഹരിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണല്ലോ ഹരേ നമ എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥം. ആ ശ്രീഹരിയെ ഉറക്കത്തിൽ വിളിച്ച് നമസ്കരിക്കുന്നവർക്ക് എല്ലാ പാതകങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണ് ആ 12ാമത്തെ സ്കന്ധത്തില് 12ാമത്തെ അധ്യായത്തില് 47ാം ശ്ലോകത്തില്. അങ്ങനെയുള്ള ഭഗവാന്റെ മഹത്വം എത്രയോ വർണ്ണിച്ചു കഴിഞ്ഞു അല്ലേ. ആ മഹത്വങ്ങളെ അല്പം ശ്ലോകങ്ങളെ കൊണ്ട് വീണ്ടും വർണ്ണിക്കുന്നു. സങ്കീർത്യമാനോ ഭഗവാനന്ദശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യചിത്തം മിഥുനോത്തശേഷം യഥാതമോർക്കോ ഭ്രമിവാദിവാതാം. അങ്ങനെ ആ ഭഗവാന്റെ അനന്തമായിട്ടുള്ള ഐശ്വര്യപൂർണനായിട്ടുള്ള ഭഗവാന്റെ, അപരിച്ഛിന്നനായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തെപ്പറ്റി നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല. അനന്തനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ കീർത്തിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ ആ ശ്രീഹരി പ്രവേശിക്കുന്നു. അഖില ക്ലേശങ്ങളെയും തീർക്കണു എന്നർത്ഥം. എപ്രകാരമാണോ സൂര്യൻ ഇരുട്ടിനെ ഇല്ലാതാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ മേഘങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നത്, അതേപോലെയാണ് ശ്രീഹരിയുടെ കഥാശ്രവണം അഖില ക്ലേശങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു. യഥാ തമ അർക്ക ഭ്രമിവാദിവാതാം. മാത്രല്ല മൃഷാഗിരസ്താഖ്യസതീരസൽക്കഥാം ന കഥ്യതേയൽ ഭഗവാനഥോക്ഷജ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവൽ ഗുണോദയം. യത് അധോക്ഷജ ഭഗവാൻ. അധോക്ഷജ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളൊക്കെ വിഷയമല്ലാത്തവനായിരിക്കുന്നവൻ. അങ്ങനെയുള്ളവനാണ് ഭഗവാൻ. ഒരു ഇന്ദ്രിയങ്ങൾക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്തരം ഭഗവാന്റെ കഥകൾ പറയാത്ത കഥകൾ അസത്തുക്കളായിട്ടുള്ള കഥകളാണെന്ന് പറയാം. ഭഗവത് മാഹാത്മ്യം പറയാത്ത കഥകൾ ന കഥ്യതേ അസൽ കഥ. അത്തരം കഥകളൊക്കെ അസൽ കഥകളാണ്. അത്തരം വാക്കുകളെല്ലാം അസത്യങ്ങളാണ്. മൃഷ വ്യർത്ഥമാണ് എന്നർത്ഥം. ഭഗവത് ഗുണോദയം, ഭഗവാന്റെ ഗുണങ്ങളുടെ ഉദയത്തോട് കൂടിയതാണ് എപ്പോഴും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമാണ് സത്യം. ഭഗവത് കഥകളെ വർണ്ണിക്കുന്ന കഥകൾ മാത്രമേ സത്യമായിട്ടുള്ളൂ. അതാണ് മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ. അതുതന്നെയാണ് പുണ്യത്തെ ജനിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമകീർത്തനം തന്നെയാണ് മഹാഭാരത്തെ ദാനം ചെയ്യുന്നതായിട്ടുള്ള വാക്കുകൾ. ആ വാക്കുകൾ ഉച്ചരിക്കുന്നതാണ് വേണ്ടത്. അതില്ലാണ്ട് വിഷയങ്ങളെപ്പറ്റി മാത്രം പറയുന്ന വാക്കുകൾ അതെല്ലാം വെറും നിഷ്ഫലങ്ങളാണ് എന്ന് പറയുകയാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെല്ലാം അതിക്രമിച്ച് സർവത്ര പരിപൂർണനായിട്ട് വിളങ്ങുന്ന ഭഗവാന്റെ ചരിത്രം അത് നമ്മൾ
കേൾക്കണം, അതിനെപ്പറ്റി വർണ്ണിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുതന്നെയാണ് ഐശ്വര്യപ്രദമായിട്ടുള്ള വാക്ക് പ്രവൃത്തി. അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാത്ത ഏതൊരു വാക്കുകളും വെറും നഷ്ടവാക്കുകളാണ് എന്നർത്ഥം. നരകാദി ദുഃഖങ്ങളെ ജനിപ്പിക്കുന്ന വാക്കുകളാണ്, അമംഗളങ്ങളാണ് എന്ന് പറയാം. ഇപ്പൊ ഈശ്വരകഥകളെ മുഴങ്ങുന്ന വാക്കുകളെ, ഈശ്വര സ്മരണയോട് കൂടിയിട്ടുള്ള വാക്കുകളെ നമ്മൾ ഉപയോഗിക്കാവൂ. തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം യതുത്തമ ശ്ലോകയശോനുഗീയത്തെ. ആ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാന്റെ യശസ് എവിടെയാണോ അനുഗീയതയെ നിരന്തരം കീർത്തിക്കപ്പെടുന്നത്, അത് തന്നെയാണ് മനുഷ്യരുടെയൊക്കെ ശോകാർണവ ശോഷണം, ശോകത്തെ ശോഷിപ്പിക്കുന്നത് എന്നർത്ഥം. ദുഃഖസമുദ്രത്തെ ഇല്ലാതാക്കി തീർക്കുന്നത്, മനസ്സിന് സന്തോഷം നൽകുന്നത്. മനസ ശശ്വൽ മഹോത്സവം. നവം നവം രുചിരം, പുതിയതായിട്ടുള്ള നവം നവമാകുന്ന വിധത്തിൽ നമുക്കുടെ താല്പര്യങ്ങളെ ജനിപ്പിക്കുന്ന രമ്യമായിട്ടുള്ള അത്തരം വാക്കുകളാണ്, അത്തരം കഥകളാണ് നമ്മൾ പറയേണ്ടത്. ഏതൊരു വാക്കിലാണോ ഈ മായയെ, മായയാകുന്ന അന്ധകാരത്തെ നിശേഷം നശിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ കീർത്തി ഉദ്ഘോഷിക്കുന്നത്, ആ വാക്കുകൾ മാത്രമേ മനുഷ്യരുടെ സന്താപങ്ങളെ തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ വാക്കുകൾ മാത്രമാണ് മനസ്സിന് നിരന്തരം സന്തോഷം നൽകുന്നത്. തദ്വതശ്ചിത്രവദം ഹരേർയശോ ജഗൽപവിത്രം പ്രഗൃണീതകർഹിജിൽ തദ്വാംസതീർത്ഥം നതു ഹംസസേവിതം യത്രാച്യുതസ്തത്ര ഹി സാധവോമലാം. ഈ പണ്ഡിതന്മാരൊക്കെയാണല്ലോ ശ്ലോകങ്ങൾ എഴുതുമ്പോൾ വളരെയധികം വിശേഷ ഗുണങ്ങളോടൊക്കെ കൂടി അലങ്കാരം, അർത്ഥഭംഗിയൊക്കെ ചേർത്തുകൊണ്ടൊക്കെ അങ്ങനെ ഉള്ള കീർത്തനങ്ങളും സ്തുതികളൊക്കെ ഒക്കെ ഉണ്ടാക്കുക. അതിലൊക്കെ ഭഗവാന്റെ കീർത്തി ഇല്ല എങ്കിൽ അത്തരം കവിതകളായാലും ശരി, കീർത്തനങ്ങളാണെങ്കിലും ശരി, ഒരു കാര്യമില്ലാത്ത അർത്ഥം. കാക്കകൾക്ക് സേവിക്കാനുള്ള തീർത്ഥത്തെ പോലെയാണെന്നാണ് പറയുന്നത്. അത്തരം തീർത്ഥങ്ങളിൽ ഹംസപക്ഷികളെ സേവിക്കില്ലാണ്. ഹംസങ്ങൾ നല്ല വെള്ളത്തെ സ്വീകരിക്കുള്ളൂ. കാക്കകൾക്ക് അങ്ങനെയല്ല, ഏത് വെള്ളം കിട്ടിയാലും അവർക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ കാക്കകൾക്ക് സാധിക്കും. അപ്പൊ നിസ്സാരമായിട്ടുള്ള വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്ന അജ്ഞാനികൾക്ക് മാത്രം ഇത്തരം വാക്കുകൾ രസിക്കും. ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കാത്ത വാക്കുകൾ. പരമവിവേകമുള്ള പരമഹംസന്മാര് അത്തരം വാക്കുകളെ ആദരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അച്യുത ചരിത്രം, അച്യുതന്റെ മഹത്തായിട്ടുള്ള ചരിത്രം അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള കീർത്തനങ്ങൾ, അത്തരം കീർത്തനങ്ങളെ സാധുജനങ്ങളെ, സജ്ജനങ്ങളെ ആദരിക്കും, ബഹുമാനിക്കും. അതിലിപ്പോൾ അല്പം തെറ്റ് വന്നാലൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. നമ്മൾ കീർത്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയിന്നോ, അതൊന്നൊരു പ്രശ്നമേ അല്ല, ഭക്തി ഉണ്ടായാൽ മതി എന്നാണ്. സവാഗ്വിസർഗോ ജനതാഖവ്യസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോങ്കിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാം. അബദ്ധവതി, അബദ്ധത്തിൽ ആയാൽ പോലും എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയെന്നിരിക്കും. നമുക്ക് സാഹിത്യം ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അതിലെ ഗ്രാമർ അറിയില്ല, എന്തെങ്കിലും പദങ്ങളൊക്കെ തെറ്റി പ്രയോഗിച്ചു, അങ്ങനെയൊക്കെ വന്നാലും അതിലെ കണ്ടന്റ് ഉണ്ടല്ലോ, ആ ശ്ലോകത്തിലെ ആശയം, അത് അനന്തസ്യ യശോങ്കിതാനി നാമാനി, ഭഗവാന്റെ യശസ്സിനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന നാമങ്ങളാണെങ്കിൽ, ഭഗവാന്റെ യശസ്സിനെ ഉയർത്തിക്കാട്ടുന്ന നാമങ്ങളാണെങ്കിൽ അതിനെ യത് സാധവാം, അതിനെ സാധുക്കളായിട്ടുള്ളവര്, ഭക്തന്മാരായിട്ടുള്ളവര് ശൃണ്വന്തി, ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഗായന്തി, ഗാനം ചെയ്യുന്നുണ്ടെങ്കിൽ, ഗൃണന്തി, പറയുന്നുണ്ടെങ്കിൽ, അതെല്ലാം ജനതാഖസംപ്ലവ, ജനത അഖസംപ്ലവ, ജനത്തിൻ്റെ പാപത്തെ നശിപ്പിക്കുന്നതാണ് എന്നർത്ഥം.
തെറ്റുകൾ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല. ശ്ലോകം തോറുമുള്ള ആ പദങ്ങളിൽ ഭഗവാന്റെ നിർമ്മല കീർത്തിയെ പറ്റി പ്രകാശിപ്പിക്കുന്ന ശ്ലോകങ്ങളാണെങ്കിൽ, നാമങ്ങളുണ്ടെങ്കിൽ അത്തരം കീർത്തനങ്ങൾ, ശ്ലോകങ്ങൾ ജനസമൂഹത്തിൻ്റെ പാപങ്ങളെ നശിപ്പിക്കാനുള്ള ശക്തിയുള്ളവയായിരിക്കും. തീർച്ചയാണ് അത്തരം വാക്കുകളെ സാധുക്കളായിട്ടുള്ളവരെ ശ്രവിക്കുകയോ ഗാനം ചെയ്യുകയോ കീർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ എല്ലാ പാപങ്ങളും തീർന്നു കിട്ടുന്നതാണ്. നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃപുനഃശ്വതഭദ്രമീശ്വരേ നഹ്യർപ്പിതം കർമ്മയദപ്യനുത്തമം. അപ്പോൾ ജ്ഞാനമാർഗവും കർമ്മമാർഗമൊക്കെയാണ് ത്തേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ട് കരുതേണ്ടത് ഭക്തിമാർഗമാണ് എന്ന് ഒന്നും കൂടി വിസ്തരിച്ച് പറയുകയാണ്. 2-3 ശ്ലോകങ്ങൾ ഭക്തിയുടെ ശ്രേഷ്ഠതയെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. കർമ്മം കൊണ്ടൊന്നും പ്രാപ്യമല്ലാത്ത ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ ജ്ഞാനം യോഗം ഉപയോഗിച്ചാലും ശരി, യഥാർത്ഥമായിട്ടുള്ള ഭക്തിയില്ല എന്ന് വിചാരിക്കുക. അതാണെങ്കിൽ അത്തരം മാർഗങ്ങളൊന്നും ശോഭിക്കില്ല എന്ന് പറയും. കർമ്മമാർഗ്ഗമാണെങ്കിലും ശരി, ജ്ഞാനമാർഗ്ഗമാണെങ്കിലും ഭക്തിയില്ല എങ്കിൽ അത് വേണ്ട വിധത്തിൽ ഫലം ഉണ്ടാക്കില്ല. ശ്രീഹരിയിലുള്ള ഭക്തിയാണ് വേണ്ടത്. എത്ര ഉത്തമമായിട്ടുള്ള ശ്രോത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും, എത്ര ഉത്തമമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അതിൽ ഈശ്വരാർപ്പണം ഇല്ല എന്ന് വിചാരിക്കുക. ഈശ്വരാർപ്പണ ഭാവം ഇല്ല എങ്കിൽ അവ മംഗളകരമാവില്ല എന്നാണ്. അപ്പോൾ ജ്ഞാനയോഗങ്ങളെക്കാൾ കർമ്മയോഗങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് ഭക്തിയോഗം തന്നെയാണ് എന്ന് പറയാം. യശസ്ത്രിയാമേവ പരിശ്രമഃ പരോ വർണ്ണാശ്രമാചാരതപസ്വതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോർഗുണാനുവാദശ്രവണാദിഭിർഹരേഃ. വർണ്ണാശ്രമാചാരതപസ്വതാദിഷു, വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും മൂലമുള്ള യോജിച്ച ആചാരങ്ങളും അതുപോലെ തപസ്, ശാസ്ത്ര പഠനം, അതിലൊക്കെയുള്ള പരിശ്രമങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് ഈ സമ്പത്തും കീർത്തിയും എല്ലാം ലഭിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ സമ്പത്തും കീർത്തിയൊക്കെ നശ്വരമാണ് എന്നർത്ഥം. അതിൽ ശ്രീഹരിയെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ കീർത്തിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രവിക്കുന്നതാണെങ്കിൽ അത്തരം ആൾക്കാർക്കാണ് സർവൈശ്വര്യം ലഭിക്കുള്ളൂ. അതുകൊണ്ട് ശ്രീധരൻ എന്നുള്ള നാമത്തിന് അർഹനായിട്ടുള്ള ഭഗവാന്റെ പാദപത്മങ്ങളെ, ശ്രീധരൻ, സ്ത്രീയെ ധരിച്ചിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ലക്ഷ്മി ദേവിയെ ധരിച്ചിരിക്കുന്നവനായിട്ടുള്ള ഭഗവാന്റെ പാദപത്മങ്ങളെ മറക്കാതെ എല്ലാ പ്രവൃത്തികളിലും, എല്ലാ ആശ്രമങ്ങളിലും, എല്ലാ വർണ്ണങ്ങളിലും എല്ലാവരും അതിനെ ആചരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ആചരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികളൊക്കെ വെറുതെ വിസ്മൃതമായി തീരും. അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷണോത്യഭദ്രാണി സമം തനോതിജാം സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാന വിരാഗയുക്തം. അങ്ങനെ ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളെ നിരന്തരം സ്മരിക്കുന്നത് കൊണ്ട് എല്ലാ പാപങ്ങളും ക്ഷിണോതി, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കണു. ക്ഷിണോതി അഭദ്രാണി, അഭദ്രങ്ങളായിട്ടുള്ള വസ്തുക്കളെ, പാപങ്ങളായിട്ടുള്ള വസ്തുക്കളെല്ലാം നശിപ്പിക്കുന്നു കൃഷ്ണപാദാരവിന്ദങ്ങളുടെ സ്മരണ. അതുപോലെ ശാന്തി ഉണ്ടാക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നു. സത്വസ്യ ശുദ്ധിം, അന്ധകരണത്തിൻ്റെ ശുദ്ധി ഉണ്ടാക്കുന്നു. പരമാത്മഭക്തി, പരമാത്മാവിലെ ഭക്തി ഉണ്ടാക്കുന്നു. വിജ്ഞാന വിരാഗയുക്തം, ജ്ഞാനമുണ്ടാക്കുന്നു എന്നാണ്. വൈരാഗ്യത്തോടു കൂടിയുള്ള ജ്ഞാനം. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, വൈരാഗ്യം കൂടി ഉണ്ടാവണം എന്നാണ് പറയുക. വൈരാഗ്യം കൂടെ ഉണ്ടായെങ്കിലേ മോക്ഷപ്രാപ്തിക്ക് അർഹനായി തീരുള്ളൂ. അപ്പോൾ വിഷയവൈരാഗ്യം കൂടിയും സിദ്ധിക്കും ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ നിരന്തരം സ്മരിച്ചാൽ. എല്ലാ പാപങ്ങളും നശിക്കുന്നു മാത്രമല്ല, അന്ധകരണം പരിശുദ്ധമായി തീരും. പരമാത്മാവിലെ പരമമായിട്ടുള്ള പ്രേമം ഉണ്ടാകും. ജ്ഞാനവും വിഷയവൈരാഗ്യവും എല്ലാം
അതുമൂലം സിദ്ധിക്കും എന്നൊക്കെ പറയാണ്. യൂയം ദിജാഗ്രാവത ഭൂരിഭാഗം യശ്വതാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശമജസ്രഭാവാം ഭജതാ വിവേശ്യാം. അതുകൊണ്ട് സൂതം പറയാണ്, നിങ്ങളൊക്കെ വളരെ ഭാഗ്യശാലികളാണെന്ന് പറയാം ശൗനകാദി മഹർഷിമാരോട്. നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. എന്താ കാരണം എന്നാണെങ്കിൽ, ഭഗവാനെ ഭജിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തയ്യാറായല്ലോ. നിരന്തര ഭക്തിയോടുകൂടി നിങ്ങളുടെ അന്ധകരണത്തിൽ നിങ്ങൾ ഭഗവാനെ ഭജിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങളുടെ നല്ലത്, നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്കതെല്ലാം സാധിച്ചത്. ഭഗവാന്റെ പ്രത്യേകത എന്താണെങ്കിൽ, എല്ലാ ചരാചരങ്ങളിലും ആത്മാവായിട്ട് വിളങ്ങുന്നവനാണ് ഭഗവാൻ. സർവത്തിലും ആദികാരണനാണ് ഭഗവാൻ. എല്ലാവരാലും ഉപാസിക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ളവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ഇനി അങ്ങനെയൊരു അന്യദേവനില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഭഗവാനിൽ, സർവേശ്വരനിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ച് നിരന്തരമായ ഭക്തിയോടുകൂടി നിങ്ങളതാ ഭഗവാനെ ഭജിക്കാൻ തയ്യാറായല്ലോ. അത് തന്നെയാണ് വേണ്ടത്. പാപം നിശേഷം നശിക്കണമെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് പറയാം. ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടാവണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. അനേകായിരം ജന്മങ്ങളിൽ നമ്മൾ പലതും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പാപവും പുണ്യവും. പാപമെല്ലാം നശിച്ച പുണ്യകർമ്മം നിലനിൽക്കുമ്പോഴാണ് മനുഷ്യജീവിതം കിട്ടുക. ആ മനുഷ്യജീവിതം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശ്രീകൃഷ്ണ ഭക്തി ജനിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ശ്രീകൃഷ്ണ കഥാശ്രവണത്തിന് വേണ്ടി താല്പര്യം കാണിക്കണം. അങ്ങനെ നിങ്ങൾ കാണിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഭാഗ്യവന്മാരാണ്. തീർച്ചയായിട്ടും ആ ശീലം തന്നെ തുടരണം. നിരന്തരം ശ്രീകൃഷ്ണനെ തന്നെ ഭജിക്കണം എന്ന് ഉപദേശിക്കുകയാണ്. അഹം ച സംസ്മാരിത ആത്മതത്വം ശ്രുതം പുരാമേ പരമർഷി വക്രാൻ പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദസൃഷീണാം മഹതാം ച ശൃണ്വതാം. എന്നിട്ട് പറയാണ്, ശൗനകാദി മഹർഷിമാരോട് പറയാണ് സൂതൻ, നിങ്ങളെ എന്നോട് ചോദിച്ചില്ലേ ചോദ്യങ്ങൾ, അതെല്ലാം എനിക്ക് വളരെ ഉപകാരമായി. ആ ചോദ്യങ്ങളുടെ ഫലമായിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ 6 ചോദ്യങ്ങൾ ചോദിക്കലുണ്ട് ശൗനകാദി മഹർഷിമാർ, ഭഗവാനെ പറ്റിയിട്ടും സൃഷ്ടിയെ പറ്റിയിട്ടും. അങ്ങനെ ചോദിച്ച ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ വേണ്ടി എനിക്കൊരു സാധ്യതയുണ്ടായല്ലോ. നിങ്ങൾ ചെയ്ത ആ ചോദ്യം, അതിന് മറുപടി പറയുന്നതുകൊണ്ട് എനിക്കും വളരെയധികം കൃതാർത്ഥത തോന്നിയതാണ്. പരീക്ഷിത മഹാരാജാവ് പ്രായോപവേശത്താൽ ശരീരത്തിൻ്റെ ത്യാഗത്തിനായിട്ട് തയ്യാറായപ്പോൾ ആ സദസ്സിൽ വന്ന് അവതരിച്ച അല്ലെങ്കിൽ ആവിർഭവിച്ച ശിശുബ്രഹ്മർഷി, ആ ശിശുബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചതാണല്ലോ ഈ ആത്മതത്വം. അത്തരം ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഈ ഭാഗവത പുരാണത്തെ ആ ശിശുബ്രഹ്മർഷിയുടെ മുഖാരവിന്ദത്തിൽ നിന്നാണ് ഞാൻ കേട്ടത്. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് അത് നിങ്ങളോട് പറയാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്കും ആ വിഷയങ്ങളൊക്കെ ഒന്നും കൂടി സ്മരിക്കാനിടയായി എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ചെയ്തത് വളരെയധികം ഉപകാരമാണ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഉത്തരം ഗുരുനാഥന്മാരൊക്കെ തരിക ശിഷ്യന്മാരോട്. ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് മൂലം ശിഷ്യന്മാരുടെ സംശയം തീരുന്നു മാത്രമല്ല, ഗുരുനാഥന് തനിക്ക് അറിവുള്ള വിഷയങ്ങളെ വീണ്ടും വീണ്ടും സ്മരിക്കാനായിട്ട് ഇടവരുന്നു. അതുകൊണ്ട് പറയാണ്, ഇതിൻ്റെ ഫലശ്രുതികളായിട്ട് പറയാണ് കൃതമഹാശയൻ, ഭാഗവതം പാരായണം ചെയ്താൽ എന്തെല്ലാം ഗുണമുണ്ടാവും. ഏതദ്വക്കഥിതം വിപ്രാകഥനീയോ ഒരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം. എല്ലാ അശുഭങ്ങളും തീരുന്നതാണ് പറയുക. ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുന്ന ഭാഗവതം, ഞാൻ ഉപദേശിച്ച ഭാഗവതം നിങ്ങളെല്ലാവരും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, കീർത്തിക്കുക, ശ്രവിക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള അശുഭങ്ങളും നശിച്ചു കിട്ടും. അതിനുള്ള ശക്തി ഈ മഹാഗ്രന്ഥത്തിനുണ്ട് എന്ന് പറയാണ്. ആരാണോ ഈ പുരാണത്തെ ശ്രദ്ധയോടുകൂടി യാതൊരു ചിന്തകളും അന്യചിന്തകളും ഇല്ലാതെ
കുറച്ചു നേരമെങ്കിലും ദിവസവും കേൾക്കുന്നത്, കുറച്ചു നേരം എന്നാണ് പറയുന്നത്, അങ്ങനെയായാലും മതി എന്നാണ്. ഏവം ശ്രാവയൻ നിത്യം, നിത്യം ശ്രവിക്കുക. യാമം ക്ഷണമനന്യഥി, ഒരു യാമം സമയത്തോ പിന്നെ ക്ഷണനേരം, ദിവസം തോറും ഒരു യാമമോ ഒരു ക്ഷണകാലമോ അനന്യഥി, വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇതിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആർക്കാണോ ഈ ഭാഗവതം വായിക്കാനോ ശ്രവിക്കാനോ ഒക്കെ സാധിക്കുന്നത് അവർക്ക് പുനാത്യാത്മാനമേവ സാം, വീണ്ടും പുനാതി ആത്മാനം ഏവ, പുനാതി എന്ന് പരിശുദ്ധമാക്കി തീർക്കുന്നു, ആത്മാവിനെ പരിശുദ്ധമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നു. സാക്ഷാൽ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ രാഗാദി ദോഷത്തിൽ നിന്നും മുക്തനാവാനായിട്ട് സാധിക്കുന്നു എന്ന് പറയാം. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് യോഗ്യത നേടിക്കഴിയുന്നു, യോഗ്യത നേടുന്നു എന്നർത്ഥം. ഇനി അത് ദ്വാദശ്യാം ഏകാദശ്യം വാ ശൃണ്ണന്നായുഷ്യവാൻ ഭവേൽ, അങ്ങനെയാണെങ്കിലോ ദ്വാദശി ഏകാദശി ദിവസമൊക്കെ കേൾക്കുന്നവരാണെങ്കിലോ അവര് ദീർഘായുഷ്മാനന്മാരായിട്ട് തരും. ശൃണ്വൻ ആയുഷ്യവാൻ ഭവേൽ, ദീർഘായുസ്സുള്ളവനായിത്തീരുന്നു. പഠതി അശനൻ പ്രയതസ്തോ ഭവത്യപാതകി, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭക്തിപൂർവം കീർത്തിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് ഭവിക്കാനും സാധിക്കും. അപ്പോൾ ഭാഗവതം കേൾക്കാനും ഭാഗവതം കേൾപ്പിക്കാനും വിശേഷമുള്ള ദിവസങ്ങളാണ് ഏകാദശി ദ്വാദശി ദിവസങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് വായിക്കാനായിട്ട് സാധിക്കുക. പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യഥാത്മവാൻ ഉപോക്ഷ സംഹിതാമേതാം പഠിത്വാ മുച്ചതേ ഭയാൽ. അത്തരം സ്ഥലങ്ങളിൽ പുഷ്കരം എന്നുള്ള പുണ്യതീർത്ഥത്തിൽ, അതുപോലെ തന്നെ മധുരയിൽ, ദ്വാരകയിൽ, അവിടെയൊക്കെ പോയിട്ട് ഏകാഗ്ര മനസ്സോടുകൂടി ഉപവാസമൊക്കെ ഇരുന്നുകൊണ്ട് ഈ ഭാഗവത സംഹിത പഠിക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ, പാരായണം ചെയ്യുകയാണെങ്കിൽ അത്തരം ആൾക്കാരെല്ലാം സംസാര ഭയത്തിൽ നിന്ന് മുക്തരായിത്തീരും. അപ്പോൾ ദേശത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, ചില പുണ്യദേശങ്ങൾ അത് ഫലം കൂടുതൽ നൽകുന്നതാണ് പറയുക. ഇപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ, ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദേശത്തിൻ്റെ പ്രാധാന്യം കൊണ്ട്, വിശേഷം കൊണ്ട് കൂടുതൽ ഫലം സിദ്ധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതേപോലെ ഇവിടെ മഥുര, ദ്വാരക, ഭഗവാന്റെ ലീലാ സ്ഥലങ്ങളാണല്ലോ ഇതെല്ലാം. പുഷ്കരം, അവിടെയൊക്കെ പോയിട്ട് ഭഗവതം വായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേറൊരു ഭാഗ്യം വേറെ ഒന്നുമില്ല എന്ന് പറയണം. അത്ര ശ്രേഷ്ഠമാണ് അവിടെ. അതുപോലെ തന്നെ ഈ ഭാഗവത സംഹിത ആരാണോ കീർത്തിക്കുന്നത്, ശ്രവിക്കുന്നത്, അതിൻ്റെ ഫലമായിട്ട് ദേവതകളൊക്കെ വളരെയധികം സന്തോഷിക്കുന്നതാണ്. ദേവതാ മുനിയസിദ്ധ പിതരോ മനവോ നൃപാഹം യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാൽ. ഇത് കീർത്തിക്കുന്നവരും കേൾക്കുന്നവരും അവിടെയൊക്കെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നു. ആര്? ദേവതകളെ, മുനീശ്വരന്മാരൊക്കെ. അവരൊക്കെ സന്തോഷിച്ച് ഈ പാരായണം ചെയ്യുന്നവരുടെയും അല്ലെങ്കിൽ കേൾക്കുന്നവരുടെയൊക്കെ എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു തരുന്നു എന്ന് പറയണം. ഋതോ യജോംഷി സാമാനി യോധിത്യാനുവിന്ദതേ മധുകുല്യ ഘൃതകുല്യ പയക്കുല്യാശ്ച തൽഫലം. ഇവിടെ പറയുന്നത് ബ്രാഹ്മണരാണെങ്കിലും ശരി, ബ്രാഹ്മണര് അവര് വേദമന്ത്രങ്ങൾ ജപിക്കുമല്ലോ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഇത്തരം വേദങ്ങളിലെ മന്ത്രങ്ങളെയൊക്കെ അധ്യയനം ചെയ്തുകൊണ്ട് അവര് പ്രാപിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ, സ്വർഗലോകമോ അല്ലെങ്കിൽ വൈകുണ്ഠലോകമോ ഏതാണ് അവർക്ക് ലഭിക്കുന്നത്, ആ ഫലങ്ങളെയൊക്കെ ഭാഗവത പാരായണം ചെയ്താലും കിട്ടുമെന്ന് പറയാണ്. ഭാഗവത പാരായണവും അത് കേൾക്കുന്നതുകൊണ്ടും ഒക്കെ കിട്ടുന്നതാണ് ഇവിടെ പറയണത്. ഈ മധുകുല്യ, ഘൃതകുല്യ, പയക്കുല്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തേൻ, നെയ്യ്, പാല് മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴുകുന്ന നദികളെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം നദികൾ സ്വർഗത്തിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് സ്വർഗപ്രാപ്തി ലഭിക്കുമെന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ വേദമന്ത്രങ്ങൾ ഉരുവിട്ടാൽ സ്വർഗപ്രാപ്തി ലഭിക്കുമെങ്കിൽ ഈ ഭാഗവത പാരായണം ചെയ്താലും ആ പ്രാപ്തി കിട്ടുന്നതാണ്.
ഭക്തന്മാർക്ക് ഭാഗവതവും വേദവും വ്യത്യാസമില്ല, ഒന്നു തന്നെയാണ് എന്ന് എന്നാണ് ആ സിദ്ധാന്തം ഇവിടെ വിസ്തരിക്കുന്നത്. അപ്പോൾ വേദമന്ത്രം ജപിക്കുന്നതിന് തുല്യമാണ് ഭാഗവത പാരായണം എന്ന് മനസ്സിലാക്കാം. പുരാണ സംഹിതാമേതാമധിത്യ പ്രേതോദ്വിജാം പ്രോക്തം ഭഗവതായത്തു തൽപദം പരമം വൃജയിൽ. ഇത് വളരെ ഭംഗിയായിട്ട് ഭക്തിപൂർവം അധ്യയനം ചെയ്യുന്നതുകൊണ്ട് പരമമായ പദത്തെ പ്രാപിക്കണമെന്നാണ്. ബ്രാഹ്മണര് പരമമായിട്ടുള്ള പദത്തെ, ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന പരമപദത്തെ പ്രാപിക്കുന്നു. പ്രോക്തം ഭഗവതായത്തു തൽപദം പരമം വ്രജയിൽ. ഏതൊരു സ്ഥാനമാണോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ആ പരമമായ പദത്തിൽ, ആ പരമമായ പദം ഏതാണോ അതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു ഒരു ബ്രാഹ്മണന്. പ്രജ്ഞാം രാജന്യോ ദധിമേഖലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധേതപാതകാൽ. എല്ലാവർക്കും, ബ്രാഹ്മണർക്കെന്നല്ല എല്ലാവർക്കും ഫലമുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. വേദാധ്യയനം കൊണ്ട് ഒരു ബ്രാഹ്മണർക്ക് ഭാഗവത പാരായണ ശ്രവണം കൊണ്ടുണ്ടാകുന്ന ഫലം ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്നാണെങ്കിൽ, മറ്റുള്ളവർക്കൊക്കെ, ഇപ്പം ക്ഷത്രിയരാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രാജ്യാധികാരവും അഖണ്ഡ ഭൂമിക്കൊക്കെ അധികവനായി തീരാനൊക്കെ സാധിക്കുന്നതാണ്. എന്താണ് തൻ്റെ ഇച്ഛ അതെല്ലാം നടക്കും. വൈശ്യന്മാരാണെങ്കിലോ അവർക്ക് നിധി കാശുണ്ടാക്കണം എന്നാണല്ലോ, ധനം സമ്പാദിക്കണം, അതെല്ലാം വേണ്ട സാധിക്കും. നിധിപതിയായിത്തീരുന്നതാണ് വൈശ്യന്മാർ. ശൂദ്രന്മാരാണെങ്കിൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായിട്ട് ജീവിതത്തിലെ ലക്ഷ്യം അത് പ്രാപിക്കാനായിട്ട് സാധിക്കും. കലിമല സംഹതി കാലനോഖിലേശോ ഹരിരിതരത്ര നഗീയതേ ഹ്യഭീക്ഷണം ഇഹതു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ. ഭാഗവതശാസ്ത്രത്തിന് വളരെയധികം വിശേഷമായ മാഹാത്മ്യമുണ്ടെന്ന് പറയണം മറ്റുള്ള എല്ലാ ശാസ്ത്രങ്ങളെക്കാളും. ഇതിൻ്റെ ശക്തി കൊണ്ട് കലിയുഗത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കാൻ ഈ ഭാഗവതം കഴിവുള്ളതാണ്. ഭാഗവത പാരായണം ഇതിന് കഴിവുണ്ട് എന്നർത്ഥം. സർവൈശ്വരനായ ശ്രീഹരിയെക്കുറിച്ചിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും മറ്റുള്ള ശാസ്ത്രങ്ങളിലൊക്കെ ഇത്രത്തോളം ഗാഠമായിട്ട് ഭഗവത് മഹാത്മ്യത്തെ വർണ്ണിക്കണില്ല. അതുകൊണ്ട് ഈ ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന വിധത്തിൽ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ മഹിമ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ ഫലം ഉണ്ടാകും എന്നർത്ഥം. തം അഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം യുവതിഭി അജചക്രശങ്കരാജ്യേ ദുരവസിതസ്തവമച്യുതം നതോസ്മി. അങ്ങനെയുള്ള ഭഗവാനെയും അച്യുതനെയും നമസ്കരിക്കുകയാണ് സൂതമഹാശയൻ. ഭഗവാനെ ഏതു വിധത്തിലൊക്കെയാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ, ആ ഭഗവാനെ രജസ്, സത്വം, തമസ് ഇത്തരം 3 ഗുണങ്ങളോടുകൂടിയ മായയൊക്കെ ലോകത്തിലെ സൃഷ്ടിച്ച്, മായ കൊണ്ട് ലോകത്തിലെ സൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ടും പരിരക്ഷിച്ചുകൊണ്ടും സംഹരിച്ചുകൊണ്ടും ഭഗവാൻ ഈ ലോകത്തെ നിലനിർത്തുന്നുവല്ലോ. അങ്ങനെയുള്ള സർവൈശ്വരനായിട്ടുള്ള ഭഗവാനെ, ജന്മാദി വികാരങ്ങളൊന്നും ഇല്ലാത്ത ഭഗവാനെ, ദേശത്തിനും കാലത്തിനുമൊന്നും നിയന്ത്രണമില്ലാത്ത, പരിച്ഛേദമില്ലാതെ അങ്ങനെ നിറഞ്ഞിരിക്കുന്നു. എല്ലാ ദേവന്മാരും, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, മഹാദേവൻ, ഇവരാലൊക്കെ അവർക്ക് പോലും അറിയപ്പെടാൻ പ്രയാസമായിട്ടുള്ള മഹിമയോട് കൂടിയിട്ടുള്ള ഭഗവാൻ, സർവത്ര ആത്മസ്വരൂപേണ വിളങ്ങുന്നവനായിട്ടുള്ള ഭഗവാനെ, അച്യുതനെ ഞാനിതാ നമസ്കരിക്കണു എന്നാണ്. അജശക്ര ശങ്കരാദ്യർ, ബ്രഹ്മാവിനും ഇന്ദ്രനും മഹാദേവന് പോലും ശരിക്കും മനസ്സിലായിട്ടില്ല ഈ ഭഗവാന്റെ മഹത്വം. അത്തരം മഹിമയോടുകൂടിയിട്ടുള്ള സർവത്ര വിളങ്ങുന്നവനായിട്ടുള്ള അച്യുതനെ ഞാനിതാ നമസ്കരിക്കണു എന്നാണ്. ഉപചിത നവശക്തിഭിസ്വ ആത്മനുപരചിതശിര ജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാംനേ സ്വരഷഭായ നമ സനാതനായ. അങ്ങനെ എന്നും അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന, അഭിവൃദ്ധി പ്രാപിക്കാതെ വളർന്നുകൊണ്ടിരിക്കുന്ന
ഈ പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരതത്വം, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ, ഇങ്ങനെയുള്ള ശക്തികളോടുകൂടി, പഞ്ചഭൂതങ്ങൾ 5, പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരതത്വം, ഇപ്പോൾ 9 ശക്തികൾ. ഈ 9 ശക്തികളെ കൊണ്ട് തൻ്റെ അധിഷ്ഠാനത്തിൽ, ഭഗവാന്റെ അധിഷ്ഠാനത്തിൽ ചരാചരങ്ങളെയൊക്കെ അവർക്ക് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സ്ഥാനങ്ങളെയൊക്കെ നിർമ്മിച്ചവനായിട്ടുള്ള ആ ഭഗവാനെ, ഒരു കാലത്തും നാശമില്ലാതിരിക്കുന്ന ഭഗവാനെ, സത്യസ്വരൂപനായിട്ടുള്ള ദേവാധിപനായിട്ടുള്ള ഭഗവാനെ ഇതാ നമസ്കരിക്കണു. വീണ്ടും വീണ്ടും ഭഗവാനെ വിശേഷങ്ങളെ പറഞ്ഞുകൊണ്ട് സൂതമഹാശയൻ ആ ഭഗവാന്റെ സ്മരണയ്ക്ക് മുന്നിൽ അങ്ങനെ നമസ്കരിക്കുകയാണ്. മാത്രമല്ല അവസാനമായിട്ട് ശ്രീ ഗുരുനാഥനെയും കൂടി നമസ്കരിക്കണം, ശ്രീ ശിവബ്രഹ്മർഷിയെ. സുസുഖനിവൃത്തതേതാസ്തദ്യുതസ്ഥാന്യഭാവോപി അജിതരുചിരലീലാകൃഷ്ടസാരസ്തദീയം വ്യതനുത കൃപയായസ്തത്വദീപം പുരാണം തമഖിലവൃതിനഘ്നം വ്യാസസൂനും നതോസ്മി. വ്യാസസൂനുമായിട്ടുള്ള ശ്രീശുഖനെ നമസ്കരിക്കുകയാണ്. സ്വസുഖനിവൃത്തതേതാം, ആ ശ്രീശുഖന്റെ പ്രത്യേകതകളാണ്. സ്വസ്വരൂപം ആനന്ദത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നവനാണ്. മനസ്സ് മുഴുവൻ സ്വരൂപാനന്ദത്തിൽ പൂർണ്ണമായിരിക്കുന്നവനാണ് ശ്രീശുഖൻ. അതുകൊണ്ട് തദ്വിതസ്ഥാന്യഭാവ, മറ്റുള്ള ഭാവങ്ങളൊക്കെ, മറ്റുള്ള വിചാരങ്ങളൊക്കെ ഇല്ലാത്തവനാണ് ശ്രീശുഖൻ. അന്യവിചാരങ്ങളൊന്നും ഇല്ലാത്തവനായിരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷി അജിത രുചിര ലീലാകൃഷ്ടസാര, ആ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ലീലകളാൽ ആകർഷിക്കപ്പെട്ട് ധൈര്യത്തോടു കൂടി ഇരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഭയമില്ല എന്ന് പറയാണ്. ഭയം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ, ശ്രീഹരി തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ട്. അങ്ങനെയുള്ള ശ്രീശുഖൻ കൃപയാ, തൻ്റെ കാരുണ്യം കൊണ്ട് അജിലപ്രതിനഘ്ന, എല്ലാ ദുഃഖത്തെയും നശിപ്പിക്കുന്നതായിട്ടുള്ള തത്വദീപം, പരമാർത്ഥമായിട്ടുള്ള ഈ തത്വം, ഈ പുരാണം, ഭാഗവത പുരാണം വ്യതനുത നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അത് നമുക്കായിട്ട് നൽകിക്കഴിഞ്ഞു ശിശുബ്രഹ്മർഷി ഗുരുനാഥൻ. അങ്ങനെയുള്ള വ്യാസസൂനുവായിട്ടുള്ള ആ ഗുരുനാഥനെ, ശിശുബ്രഹ്മർഷി ഞാനിതാ നമസ്കരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിച്ചത്. ഗുരുനാഥനെയും കൂടി സ്മരിച്ചുകൊണ്ടാണ് സൂതമഹാശയൻ ഈ ഭാഗവത ഗ്രന്ഥത്തെ സമർപ്പിച്ചത്. ആ ഭഗവാന്റെ ശിശുബ്രഹ്മർഷിയുടെ മനസ്സിൻ്റെ ഒരു ശ്രേഷ്ഠത വർണ്ണിക്കുകയാണല്ലോ. ആത്മാനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സാണ് ശിശുബ്രഹ്മർഷിക്ക്. യാതൊരു വിഷയങ്ങളിലും വ്യാപരിക്കപ്പെടാതെ, വേറെ ചിന്തകളൊന്നുമില്ലാതെ, സർവേശ്വരൻ്റെ അതിമനോഹരമായിട്ടുള്ള ലീലകൾ മാത്രം മനസ്സിൽ എങ്ങനെ ഉരുവിട്ടുകൊണ്ട്, മനസ്സിലിങ്ങനെ സ്മരിച്ചുകൊണ്ട് ആത്മാനന്ദത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന മനസ്സോടുകൂടിയവനാണ് ശിശുകൻ. ആ ശിശുകനെ എന്തിനാണ് ഇങ്ങനെ ഭാഗവത ഗ്രന്ഥം ഉണ്ടാക്കി നമുക്ക് നൽകിയത്? ഈ ലോകങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. തനിക്ക് ലഭിച്ച ആനന്ദം താൻ തന്നെ അനുഭവിച്ചുകൊണ്ട് വേറെ ആർക്കും നൽകാതെ ഇരിക്കുന്നതല്ല ശ്രേഷ്ഠന്മാരുടെ സ്വഭാവം. തനിക്കുള്ളതെല്ലാം ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഭവിക്കണം എന്നുള്ള ആ സന്മനസ്സോടുകൂടി, ആ കാരുണ്യം കൊണ്ട് സകലതും ഇതാ ഈ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് സകല ജനങ്ങളുടെയും സകല ദുഃഖങ്ങളെയും നശിപ്പിച്ച് അവർക്ക് അവരുടെ സ്വസ്വരൂപം മനസ്സിലാക്കാൻ സാധിക്കട്ടെ, പരമാത്മഭാവത്തെ അവർ അനുഭവപ്പെടുമാറാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഭാഗവത പുരാണത്തെ വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെയുള്ള ശിശുകാചാര്യരെ ഞാനിതാ നമസ്കരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ്വാദശസ്കന്ധത്തിലെ ദ്വാദശാധ്യായം സമർപ്പിച്ചത്. എല്ലാ വാക്കുകളും ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണു. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.